ഞാനൊരു അമിത മദ്യപാനരോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്നാൽ 40 കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ഹായ് ഷിബു ചേട്ടാ, ചേട്ടാ, ഹായ് ഞാൻ ഞാൻ പറഞ്ഞതിന് ശേഷം ഉണ്ണിയാണ് സംസാരിക്കുക. ഉണ്ണി കംസ് ഓഫ് ഏജിന്റെ 10-11 പാരമ്പര്യങ്ങൾ സംസാരിക്കുക. അതെങ്ങനെ ഉടലെടുത്തു എന്ന് സംസാരിക്കും. ഞാൻ ഹോസ്ഫോർഡ് ഗ്രൂപ്പിനെ പറ്റിയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ സഹസ്ഥാപനായ ബില്ലിന്റെ അടുത്ത് എങ്ങനെയാണ് മെസ്സേജ് എത്തിയതെന്ന്. 1932-33 കാലഘട്ടങ്ങളിൽ റോളണ്ട് ഹസാർഡ് എന്ന് പറയുന്ന ഒരു വലിയ ധനികനായ മനുഷ്യൻ, റോഡ് ഐലൻഡ് മില്ല് എന്ന് പറയുന്ന ഒരു കുടുംബ വ്യവസായ ഗ്രൂപ്പിന്റെ ഓണർ കൂടിയായിരുന്നു അയാള്. അത് കൂടാതെ തന്നെ ആ സ്റ്റേറ്റിലെ സെനറ്റർ കൂടിയായിരുന്നു. അദ്ദേഹം ഒരു ഹോപ്പ്ലെസ്, അതായത് പ്രതീക്ഷാരഹിതമായി കുടിച്ചുകൊണ്ടിരുന്ന ഒരു ആൽക്കഹോളിക് ആണ്. അപ്പൊ അയാളുടെ നിരന്തരമായിട്ടുള്ള സഹായം ചോദിക്കലും അന്വേഷണങ്ങളും ഒക്കെ ഒരു ലോകത്തിലെ തന്നെ പ്രശസ്തനായ സൈക്കാട്രിസ്റ്റായ കാൾ ജങ് എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ശിഷ്യനായ കാൾ ജങ്ങിന്റെ അടുത്ത് എത്തുകയും അവിടെ നിന്ന് അദ്ദേഹത്തിന് നിനക്ക് ഇനി ഇതിനകത്ത് ഒരു പ്രതീക്ഷയില്ല, കാരണം പുള്ളിക്ക് അറിയാവുന്നതും പുള്ളിക്ക് ചെയ്യാവുന്നതുമായിട്ടുള്ള എല്ലാ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അപ്പൊ അതെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവസാനമായിട്ടൊരു സ്പിരിച്വൽ ലൈഫ് നയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മീയ ജീവിതം നയിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു കൊടുക്കുകയും, അദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം റിലീജിയസ് ആയിട്ടുള്ള ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ യുണൈറ്റഡ് സ്റ്റേറ്റിൽ അമേരിക്കയിൽ എത്തുകയും അവിടെ വെച്ച് സുബോധാവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അവിടെ നിന്നതിന് ശേഷം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ തത്വങ്ങൾ തന്റെ ജീവിതത്തിൽ പിന്തുടരുകയും ആ കാര്യങ്ങൾ നമ്മുടെ ബിഗ് ബുക്കിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് 1934 അദ്ദേഹത്തിന്റെ കുട്ടിക്കാല സുഹൃത്തായ, ബാല്യകാല സുഹൃത്തായ എബി താച്ചറിന്റെ അടുത്തെത്തുകയും, അല്ലെങ്കിൽ ബിൽ വിൽസന്റെയും കൂടി സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹം ഈ ക്രോണിക് ഡ്രിങ്കിങ് കാരണം, അല്ലെങ്കിൽ അതികഠിനമായ കുടി കാരണം ബെന്നിങ്ടൺ വെർമൗണ്ട് എന്ന സ്ഥലത്ത് ലോക്കഡപ്പ് ആയേക്കുമായിരുന്നു. അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്യുകയും, അതായത് എബി താച്ചറിനെ റോളണ്ട് ഹസാർഡ് വിസിറ്റ് ചെയ്യുകയും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഷെഫ് കോർണൽ, റോളണ്ട് ഹസാർഡ്, പിന്നെ സീബ്ര ഗ്രീവ്സ്, ഇവർ 3 പേരും കൂടിയാണ്. സീബ്ര ഗ്രൂവ്സ് എന്ന് പറഞ്ഞാല് അവിടുത്തെ ജഡ്ജിയുടെ മകനാണ്. അവർ 3 പേരും കൂടി ഈ പറയുന്ന 12 സ്റ്റെപ്പ്, ഇന്ന് നമ്മൾ പറയുന്ന 12-ാം പടി പ്രവർത്തനത്തിനായി പോവുകയാണ്. അങ്ങനെ റോളണ്ട് ഹസാർഡും എബിയും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെത്തുകയും, പിന്നീട് ഒരു പക്ഷേ റോളണ്ട് ഹസാർഡ് എബിയുടെ ഒരു സ്പോൺസർ പോലെ പെരുമാറുകയും, പിന്നീട് അദ്ദേഹം ഈ പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ പ്രിൻസിപ്പൾ എബിയും ഫോളോ ചെയ്യുകയും മോചനം പ്രാപിക്കുകയും ചെയ്യണം. ആ ഡിസംബറിൽ, ആ വർഷം തന്നെ 1934 തന്നെ അവന് ബിൽ വിൽസനെ കാണാനായിട്ടുള്ള, എബിക്ക് ബിൽ വിൽസനെ കാണാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടാണ്. അവിടെ വെച്ചിട്ട് ബില്ല് പറയുന്നുണ്ട്, ഞാന് എൻ്റെ ജീവിതം നശിച്ചു എന്ന് സമ്മതിച്ചു, ഞാൻ സത്യസന്ധമായി ബേബിയുടെ അടുത്ത് ഇതെല്ലാം പറഞ്ഞു, അങ്ങനെ ഞാൻ എന്നെ ഉപദ്രവിച്ചുകൊണ്ടുള്ള രമ്യതയിൽ ഏർപ്പെട്ടു, അതുകൂടാതെ ഞാൻ മറ്റുള്ളവരിലേക്ക് സന്ദേശം കൊടുക്കാനായിട്ട് തയ്യാറായി. സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ പുതിയ ആളുകൾ ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ പോയി നമ്മുടെ മദ്യാസക്തിയെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് ഇദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഈ പാറ്റേൺ നമ്മൾ പറയുന്ന രീതിയിൽ വളർന്നു വന്നു. അങ്ങനെ അദ്ദേഹം അക്രോണില് ബിൽ ഡബ്ല്യു പോവുകയും ഡോക്ടർ ബോബിനെ കാണുകയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ചരിത്രത്തില് ഞാനത് ഇംഗ്ലീഷിലുള്ളത് വായിച്ച് മലയാളത്തിലേക്കാവും.
Now we begin to see the emerging pattern of events in Akron and in the New York area in the 10 years period before the start of AI. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് സ്റ്റാർട്ട് ചെയ്യണതിന് 10 വർഷങ്ങളോളം ഈ പാറ്റേൺ വളർന്നു വന്നുകൊണ്ടിരുന്നു. We see how through the machinery of the Oxford Group and its key leaders ഫ്രാങ്ക് ബുച്ച്മാൻ ആൻഡ് സാം ഷുമാക്കർ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫ്രാങ്ക് ബുച്ച്മാനെ കീ ലീഡേഴ്സായ ഫ്രാങ്ക് ബുച്ച്മാനെ പറ്റിയും സാം ഷുമാക്കറിനെ പറ്റിയും നമ്മൾ പറഞ്ഞതാണ്. Events conspired to make possible this meeting between Bob and Bill in Akron in 1935. 1935 ബോബും അക്രോണിലെ ബോബിനെ കാണാനായിട്ട് ബില്ല് എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഷെപ്പ്, സീബ്ര ആൻഡ് റോളണ്ട് വേർ ഓൾ 3 ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതായത് ഷെപ്പും സീബ്രയും റോളണ്ടും ആ സമയത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. They were part of the business teams that were working around the country in various cities. ഇവർ 3 പേരും കൂടി ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു ബിസിനസ് ടീമായിട്ട് വളരുകയും രാജ്യത്തെ പല സിറ്റികളിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. ഈ നവംബർ ഓഫ് 1934, 1934 നവംബറിൽ എബി സറണ്ടേർഡ് ഹിസ് ലൈഫ് ടു ഗോഡ് അറ്റ് ദ കാൽവരി എപ്പിസ്കോപ്പൽ മിഷൻ റൺ ബൈ സാം ഷുമാക്കർ. 1934 ആയപ്പോഴത്തേക്ക് എബി തന്റെ ജീവിതം സറണ്ടർ ചെയ്തു കാൽവരി എപ്പിസ്കോപ്പൽ ചർച്ചിൽ. അത് സാം ഷുമാക്കറാണ് അത് റൺ ചെയ്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. സാം ഹാഡ് മെറ്റ് ഫ്രാങ്ക് ബുച്ച്മാൻ ഇൻ ചൈന ഇൻ 1918. ചൈനയിൽ വെച്ച് 1918 ഫ്രാങ്ക് ബുച്ച്മാനെ കാണുകയും സാം ഷുമാക്കർ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് 1934 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു മേജർ ലീഡറായി മാറുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത് ഹോസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാൽവരിയിലെ അവരുടെ ചർച്ച് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അയാൾ തന്നെയാണ്. എബി സ്റ്റേയിങ് ഇൻ ഹിസ് മിഷൻ. അത് എബി ഇങ്ങനെ തുടർന്ന് ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ബിൽ ഡബ്ല്യു ഷോസ് അപ്പ് ദയർ ഡ്രഗ് ലുക്കിംഗ് ഫോർ എബി. അപ്പോ ബിൽ ഡബ്ല്യുവിനെ കണ്ടതിന് ശേഷം വീണ്ടും ബിൽ ഡബ്ല്യു കുടിക്കുന്നുണ്ട്. അങ്ങനെ ബിൽ ഡബ്ല്യു എബിയെ കാണാനായി നമ്മുടെ ഇവിടെ എത്തുകയാണ്, ഇവിടെ ഈ കാൽവരി ചർച്ചിൽ എത്തുകയാണ്. കാൻഡ് ഫൈൻഡ് ഹിം, അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആൻഡ് ഗോസ് ടു ടൗൺസ് ഹോസ്പിറ്റൽ. അതിന് തിരിച്ച് ടൗൺസ് ഹോസ്പിറ്റലിലേക്ക് പോയി. ബിൽ ഡൂവൽ എന്ന് പറയുന്ന മറ്റൊരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗം ഇത് ഓർമ്മിച്ചെടുക്കുന്നത് ഒരു കത്തിലൂടെയാണ്. ബിൽ ഡബ്ല്യു ടോൾഡ് us at the mission that he had heard that എബി on the previous Sunday at the Calvary Church. അവന് എബിയെ പറ്റി അതിനു മുമ്പുള്ള സൺഡേയിൽ കേട്ടിരുന്നു. എബിക്ക് ഇവിടെ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇവിടെ നിന്ന് സഹായം കിട്ടണം. ഈ മിഷന്റെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ മിഷന്റെ സഹായം വേണം. Bill looked prosperous compared to our usual mission customers. Actually, he was wearing a Brook Brothers suit purchased at a roomage sale for $5. റൂമേജ് സെയിൽ എന്ന് പറഞ്ഞാൽ ഈ സെയിൽ കിട്ടുന്ന ഒരു ജാക്കറ്റ്, ഇതാണ് അവന് ബിൽ ഡബ്ല്യു വെയർ ചെയ്തിരുന്നത്. So we agreed that he go to Towns Hospital where Abby and others of the group would talk to him. അങ്ങനെ അവൻ അവിടെ വെച്ച് സമ്മതിക്കുകയാണ്. അപ്പൊ എബിനെ കണ്ടില്ല, പക്ഷെ അവൻ ടൗൺസ് ഹോസ്പിറ്റലിലേക്ക് പോകാം, അവിടെ വെച്ചിട്ട് എബിയോട് എന്നെ കാണാൻ വരണം എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ചു എന്ന് ഈ ലെറ്ററിൽ പറയുന്നുണ്ട്. ആഫ്റ്റർ ഹിസ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഓഫ് ടൗൺസ്, ബിൽ ഇമ്മീഡിയറ്റ്ലി മേഡ് എ ഡിസിഷൻ ടു ബിക്കം വെരി ആക്റ്റീവ് ഇൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വർക്ക്. അപ്പോൾ നമുക്കറിയാം, ഒരു ആത്മീയ അനുഭവം ഉണ്ടായതിനു ശേഷം, ടൗൺസ് ഹോസ്പിറ്റലിൽ ആത്മീയ അനുഭവം ഉണ്ടായതിനു ശേഷം ബിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കാനും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ആളുകളെ പോലെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അതായത് സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട്. ആൻഡ് ട്രൈ ടു ബ്രിങ് അതർ ആൽക്കഹോളിക്സ് ഫ്രം ടൗൺസ് ടു ദി ഗ്രൂപ്പ്. അങ്ങനെ അവന് നമുക്കറിയാം സിൽക്ക് വർത്ത് അവനെ അനുവദിച്ചിരുന്നു, ടൗൺസ് ഹോസ്പിറ്റലിൽ സ്ഥിരമായി ചെല്ലാൻ അനുവദിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ രോഗികളെ കണ്ട് സംസാരിക്കാൻ അനുവദിച്ചിരുന്നു. അത് പലപ്പോഴും സിൽക്ക് വർത്ത് അനുവദിച്ചത് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടും, കാരണം ഒരു ഡോക്ടർ മറ്റൊരാളെ അവിടെ സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നത് അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കാമെന്ന് ആയിരുന്നിട്ട് കൂടി പോലും സിൽക്ക് വർത്ത് അനുവദിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന രോഗികളെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ എത്തിക്കുക എന്നതായിരുന്നു ബിൽ വിൽസൺ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 1939 മുമ്പുള്ള കാര്യങ്ങളാണ്. ബിൽ വിൽസന് നമ്മുടെ ബുക്ക് എഴുതുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ. മെനി ഓഫ് ദ
who rescued Abby in Austin had through indoctrination in Oxford group teachings, and he passed many of this along to Abby and Bill Wilson. അപ്പൊ റോളണ്ട് ഹസാർഡ് അവിടെ നിന്ന് സന്ദേശം കിട്ടിയതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഇത് പാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ബിൽ വിൽസൺ ആകട്ടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗില് പോവുകയും ഈ ഹോസ്പിറ്റലിൽ ഡെയിലി അപ്പൊ പാസിറ്റോണിൽ അത് പറയുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ 4-5 മാസങ്ങളായി ബിൽഡബ്ല്യു സ്ഥിരമായി ഈ ചാൾസ് ടൗൺസ് ഹോസ്പിറ്റൽ സന്ദർശിച്ചു എന്നാണ്. അപ്പം അതായത് ആക്രോൺ ട്രിപ്പിന് മുമ്പ്, അതായത് ബോബിനെ കാണുന്നതിന് മുമ്പ് 4-5 മാസം സ്ഥിരമായിട്ട് ഹോസ്പിറ്റൽ സന്ദർശിച്ചിരുന്നു. നോ വൺ സ്റ്റേഡ് സോബർ, പക്ഷെ ആരും അവിടെ സോബർ ആയില്ല. ബിൽ ഡബ്ല്യു ആൻഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് വർക്ക് ജിം ന്യൂട്ടൺ എൻറ്റേഴ്സ് ദ സീൻ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ജിം ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ഈ കഥാപാത്രം നമ്മുടെ ഇതിലേക്ക് കടന്നു വരുന്നത്. റോളണ്ട് ഹസാർഡ് ഹ്യൂസ് റെസ്ക്യൂഡ് എബി ഇൻ ഓഗസ്റ്റ് 1934. 1934 റോളണ്ട് ഹസാർഡ് എബിനെ സേവ് ചെയ്യുന്നത്. ഹാഡ് എ ത്രൂ ഇൻഡോക്ട്രിനേഷൻ, അതായത് പഠിപ്പിക്കുക, ഇതിന്റെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം എബി സേവ് ചെയ്യണം. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ടീച്ചിങ്സ് എബിക്കും ബിൽ ഡബ്ല്യുവിനും റോളണ്ട് ഹസാർഡ് പാസ് ചെയ്തു. Soon after his release from Towns Hospital at the end of 1940, Bill and the rest of the alcoholic contingent of the Oxford group began gathering at a Stuart cafeteria in New York, following their regular meeting. അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ സ്ഥിരമായിട്ടുള്ള ഇവരുടെ സന്ദർശനത്തിന് ശേഷം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങളായ ഇവർ സ്റ്റുവാർട്ട് കഫ്റ്റീരിയയില് ഒന്നിച്ച് ചേരാറുണ്ടായിരുന്നു, ഒരു ആഫ്റ്റർ മീറ്റിംഗ് പോലെ. Another chef Cornell, then a member of the Oxford Group business team that included Roland, Sam Schumacher and Hanford Tuchel, was also a recovering alkie. അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് ആൽക്കഹോൾ, ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ മോചിതരായ ആൽക്കഹോളിക്കുകളെ പറ്റി പറയുന്നത്. അതിനകത്ത് ഒരാളാണ് ഷെഫ് കോർണല്, അടുത്ത ഒരാളാണ് റോളണ്ട്, പിന്നെ ഹാൻഫോർഡ് ട്വിച്ചലുണ്ട്. ഇവരെല്ലാം ഈ സാം ഷുമാക്കറിന്റെ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുത്തിട്ടുള്ള ആൽക്കികളാണ്, മോചനം പ്രാപിച്ചിട്ടുള്ള ആൽക്കഹോളിക്കുകളാണ്. Louis Wilson talked of regular attendance at the Oxford group meetings with the Bill, Shep and Abby. അപ്പൊ ലൂയിസ് വിൽസൺ, അതായത് ബിൽ ഡബ്ല്യുവിന്റെ ഭാര്യ പറയുന്ന ഇവരുടെ റെഗുലർ ബില്ലും ഷെപ്പും എബിയും ഒരു റെഗുലർ ആയിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അതുകൂടാതെ ജെയിംസ് ഹോക്ക്, എ നോൺ ആൽക്കഹോളിക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പർ ഇൻ ഫ്രെഡറിക്, Maryland, states that Bill W. went to many Oxford group meetings at the Frank Scott Keat Hotel in Frederick and always centered on alcohol. അപ്പൊ ബിൽ ഡബ്ല്യു ആ ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മറ്റു പല സ്ഥലങ്ങളിലും പോയിരുന്നതായി ഫ്രെഡറിക് പറയുന്നുണ്ട്. He was obsessed with the idea of carrying the message. അവിടെ വെച്ചും ബിൽ ഡബ്ല്യു ഈ പറയുന്ന ആശയം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് വളരെയധികം ശ്രമിച്ചിരുന്നതാണ്. The conclusion is that Bill had a wide acquaintance of Oxford group circle, not just confined to Sam and Calvary House. ഇത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഈ ചെറിയൊരു സർക്കിളിൽ മാത്രമല്ല, അതായത് സാം ഷുമാക്കറിനെ മാത്രം എടുത്ത് കുമ്പസാരിക്കുകയും കാൽഗരി ഹൗസിൽ സ്ഥിരം പോവുക മാത്രമല്ല, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ മറ്റു ഗ്രൂപ്പുകളിലും ഇദ്ദേഹം സ്ഥിരം സന്ദർശകനായിരുന്നു. Bill told Houck that he worked on 50 drunks in the first 6 months with no success. ബില്ല് ഹൗക്ക് എന്ന് പറയുന്ന മറ്റൊരു അംഗത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 50 ഡ്രങ്ക്സുമായിട്ട് ആൽക്കഹോളിക്കുകളുമായിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും സക്സസ് ആയില്ല. കാൽവരി ഹൗസസ് വാസ് സാം റെസിഡൻസ് ആൻഡ് കണ്ടെയ്ൻഡ് ആൻ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ബുക്ക് സ്റ്റോർ. അപ്പൊ കാൽവരി ഹൗസ് എന്ന് പറയുന്നത് സാമിന്റെ ഒരു റെസിഡന്റ് ആണ്. അതുകൂടാതെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു ബുക്ക് സ്റ്റോർ അവിടെ പ്രവർത്തിച്ചിരുന്നു. കാൽവരി മിഷൻ വാസ് ടു അനദർ ലൊക്കേഷൻ ഇൻ ദ ഗ്യാസ് ഹൗസ് ഡിസ്ട്രിക്ട്. ഇപ്പൊ കാൽവരി മിഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഗ്യാസ് ഹൗസ് എന്ന് പറഞ്ഞ ജില്ലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ പാസ്ഡ് ത്രൂ ദ മിഷൻ വെയർ ദേ ഓഫേർഡ് ലോഡ്ജിങ്, ഫ്രീ മീൽസ് ആൻഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ്സ് എവരി നൈറ്റ്. അപ്പൊ അവിടെ ധാരാളം ആയിരങ്ങൾ കടന്നു വന്നുകൊണ്ടിരുന്നു. അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു, താമസ സൗകര്യം ഉണ്ടായിരുന്നു. ആൻഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് എല്ലാ ദിവസവും രാത്രിയും ഉണ്ടായിരുന്നു. ടെക്സ് ഫ്രാൻസിസ്കോ വാസ് ഇറ്റ്സ് സൂപ്രണ്ടന്റ് ഇൻ 1934 when Bill showed up there. അപ്പൊ ടെക്സ് ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ആളാണ് അന്ന് ഈ കാൽവരി മിഷന്റെ സൂപ്രണ്ട്. 1934 ബിൽ വിൽസൺ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ. Now enters the man most certainly responsible for the
fateful Akron meetings between Bill and Dr. Bob. അപ്പോ ഇവിടെ വെച്ചിട്ടാണ് വിധി നിർണായകമായ അക്രോൺ മീറ്റിംഗ്, ബിൽ ഡബ്ല്യുവിന്റെയും ഡോക്ടർ ബോബിന്റെയും അക്രോൺ മീറ്റിംഗിലേക്ക് ഈ ഫ്രാൻസിസ്കോ കടന്നു വരുന്നത്. അതോടൊപ്പം ജിം ന്യൂട്ടൺ എന്ന് പറഞ്ഞ ജിം ന്യൂട്ടൺ വാസ് ഷുവർലി ദ സോൾ കാറ്റലിസ്റ്റ് ദാറ്റ് ഓർഡിനേറ്റഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഷുഡ് ബി ഇൻ പ്ലേസ് ഇൻ അക്രോൺ. ഇപ്പൊ ജിം ന്യൂട്ടൺ എന്ന് പറഞ്ഞ മറ്റൊരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അംഗമാണ് യഥാർത്ഥത്തിൽ അക്രോണിൽ ഈ ഗ്രൂപ്പ് തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചത്. ഒഹായോ വെൻ ബിൽ ഷോഡ് അപ്പ് ദർ ഇൻ 1935. 1935 അദ്ദേഹം അവിടെ ബിൽ ഡബ്ല്യു അവിടെ ഷോഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോ ദിസ് അമേസിംഗ് സ്ട്രിങ് ഓഫ് സർക്കംസ്റ്റൻസ് പ്ലേസ് ഔട്ട് ഓഫ് ആസ് ഫോളോസ്. അപ്പൊ ഇത്തരം മനോഹരമായിട്ടുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ എഐയുടെ രൂപീകരണത്തിനായിട്ട് ഉടലെടുത്തിട്ടുണ്ട്. ജിം അറ്റ് ഏജ് 20, 20 വയസ്സുള്ള ജിം വാസ് എ ലഗേജ് സെയിൽസ്മാൻ ഇൻ ന്യൂയോർക്ക് ഹു ഹാഡ് കം അപ്പോൺ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് ബൈ ആക്സിഡന്റ്. അപ്പൊ അദ്ദേഹം ലഗേജ് സെയിൽസ്മാൻ ആയിരുന്നു. അദ്ദേഹം വളരെ ആക്സിഡന്റ് ആയിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അവിചാരിതമായിട്ട് കടന്നു വന്നതാണ്. ആക്ച്വലി ഹി വാസ് ലുക്കിംഗ് ഫോർ ഫൺ ആൻഡ് ഗെയിം ദാറ്റ് നൈറ്റ്. അവൻ ഒരു രസത്തിനായി, വെറും ആ രാത്രിയിൽ ഒരു രസത്തിനായി അവിടെ കടന്നു വന്നതാണ്. ഇൻ മസച്ചുസെറ്റ്സ് ഇൻ 1923 when he was 18 year old. അപ്പം 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു തമാശ മട്ടില് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ വന്നതാണ്. ഹി വാസ് കൺവേർട്ടഡ് അറ്റ് ദ പാർട്ടി. അവിടെ വെച്ച് പക്ഷെ അദ്ദേഹത്തിന് മാനസാന്തരം പഠിപ്പിക്കുകയും ഗോട്ട് ഓൺ ഹിസ് നീ ആൻഡ് ഗേവ് ദ ഡയറക്ഷൻ ഓഫ് ഹിസ് ലൈഫ് ടു ഗോഡ് അറ്റ് ദാറ്റ് ടൈം. അവിടെ വെച്ചിട്ട് അദ്ദേഹം മുട്ടിന്മേൽ നിന്ന് തന്റെ ജീവിതം ദൈവത്തിനായി വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ ദൈവത്തിനായി തിരിച്ചുവിട്ടു. ഹി മെറ്റ് എ ലേഡി നെയ്മഡ് എലനോർ ഫ്രോഡ് ഹു ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ഹിസ് തിങ്കിങ് അബൌട്ട് ദ മൂവ്മെന്റ്. ഇവിടെ വെച്ചിട്ട് ജിം എലനോർ ഫ്രോഡ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയെ കണ്ടുമുട്ടുകയും അവര് 20 വർഷങ്ങൾക്ക് ശേഷം 1943 വിവാഹിതരാവുകയും ചെയ്തു. സെവറൽ ട്വിസ്റ്റ്, ധാരാളം ട്വിസ്റ്റുകൾ നടന്നു. Turns to fate placed Jim Newton to Akron, Ohio and installed our next cast of characters. അപ്പോൾ ഇതിന് ശേഷം ധാരാളം ഇതൊക്കെ ട്വിസ്റ്റുകളൊക്കെ നടന്നതിന് ശേഷമാണ് ജിം ന്യൂട്ടൺ അക്രോണിൽ എത്തുകയും ഒഹായോയില് നമ്മുടെ അടുത്ത കഥാപാത്രങ്ങളെ സീനിൽ കൊണ്ടുവരികയും ചെയ്യുന്നത്. ദിസ് വെയർ ബോത്ത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് റെഗുലർ അറ്റൻഡീസ് അറ്റ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ്സ്. ഇവര് സ്ഥിരമായിട്ട് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മെമ്പേഴ്സും ആയിരുന്നു, സ്ഥിരമായി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗിന് പോയിക്കൊണ്ടിരുന്നവരാണ്. വി വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ ഇന്റർട്വിൻഡ് റിലേഷൻസ് ഓഫ് ഹെൻറിറ്റ സിബർലിംഗ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഹെൻറിറ്റ സിബർലിംഗിനെ കുറിച്ചും ഡോക്ടർ വാൾട്ടർ ടങ്സിനെ കുറിച്ചും, അതായത് പുരോഹിതനായ ഡോക്ടർ വാൾട്ടർ ടങ്സ്, ഹാർവി ആൻഡ് റൂസൽ ഫയർസ്റ്റോൺ, ടയർ കടയുടെ ഉടമയായ ഹാർവിനെയും റൂസലിനെ കുറിച്ചും, സാം ഷുമാക്കറിനെ കുറിച്ചും, അതായത് കാൽവരി ഹൗസിന്റെ ഡയറക്ടറായ സാം ഷുമാക്കറിനെ കുറിച്ചും, ഫ്രാങ്ക് ബുച്ച്മനെ കുറിച്ചാണ്. അതായത് ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന് തൊട്ടു മുമ്പിലുണ്ടായ ഫെലോഷിപ്പിനെ കുറിച്ചുമാണ്. അത് സ്ഥാപിച്ച ആളുടെ പേരാണ് ഫ്രാങ്ക് ബുച്ച്മൻ. അദ്ദേഹം ഒരു പുരോഹിതനാണ്. ടി ഹെൻറി ആൻഡ് ക്ലാരൻസ് വില്യംസ്, അവർ രണ്ടുപേരും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. ആൻഡ് ആനി, ഡോക്ടർ ബോബിന്റെ വൈഫ്, ആൻഡ് ഡോക്ടർ ബോബ് സ്മിത്ത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ജിം ന്യൂട്ടൺ വെന്റ് ടു മേയേഴ്സ് ഫ്ലോറിഡ ഇൻ 1926. 1926 ജിം ന്യൂട്ടൺ മേയേഴ്സിൽ ഫ്ലോറിഡയിൽ പോയത് അറ്റ് ഏജ് 21 ടു വിസിറ്റ് ഹിസ് ഫാദർ, അദ്ദേഹത്തിന്റെ അച്ഛനെ കാണാനായിട്ട്. ആൻഡ് ദേ ബോട്ട് എ 35 acre tract ഓഫ് ലാൻഡ് അക്രോസ് ദ റോഡ് ഫ്രം ദി തോമസ് എഡിസൺ എസ്റ്റേറ്റ്. അവിടെ വെച്ച് 35 ഏക്കർ സ്ഥലം ഇവർ വാങ്ങുന്നു തോമസ് എഡിസൺ എസ്റ്റേറ്റിൽ നിന്ന്. ജിം ന്യൂട്ടൺ ബിക്കം ആസ് ആൻ അഡോപ്റ്റഡ് സൺ ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് എഡിസൺ. അതായത് മിസ്റ്റർ ആൻഡ് മിസ്സസ് എഡിസന്റെ അഡോപ്റ്റ് ചെയ്യപ്പെട്ട മകനാണ് ന്യൂട്ടൺ. ആൻഡ് ഓഫൺ ആക്ടഡ് ആസ് ഹോസ്റ്റ് ആൻഡ് act as toastmaster in Edison's famous birthday parties that were attended by Henry Ford, Harvey Firestone. ഇദ്ദേഹം അവിടെ ഒരു ടോസ്റ്റ് മാസ്റ്റർ, അതായത് നമുക്ക് ടോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ഇദ്ദേഹം വളരെ ഫേമസ് ആയിരുന്നു, കാരണം നന്നായി ടോസ്റ്റ് ഉണ്ടാക്കും. അപ്പൊ അവിടെ ഈ ബർത്ത്ഡേ പാർട്ടിയിലെ ഹെൻറി ഫോർഡും ഹാർവി ഫയർസ്റ്റോണും, ഇവരൊക്കെ ഹാർവി ഫയർസ്റ്റോൺ ടയർ, പ്രശസ്തമായ ഫയർസ്റ്റോൺ ടയർ കമ്പനിയുടെ ഉടമയാണ് ഹാർവി. അതുപോലെ തന്നെ ഫോർഡ് എന്ന് പറയുന്നതും അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ആൻഡ് മെനി വേൾഡ് റിനോവ്ഡ് ബിസിനസ് ലീഡേഴ്സ് ആൻഡ് പബ്ലിക് ഫിഗേഴ്സ്, അവിടെ ധാരാളം ബിസിനസ് ലീഡേഴ്സും പബ്ലിക് ഫിഗേഴ്സും കടന്നു വന്നു. ഹിയർ ബിഗിൻസ് അനദർ കീ സർക്കംസ്റ്റൻസ് ടു സെറ്റ് ദ സ്റ്റേജ് ഇൻ അക്രോൺ. ഇതാണ് മറ്റൊരു അക്രോണിലെ ഒഹായോയിലേക്ക്
നമ്മുടെ വിധി നിർണായകമായ എയുടെ രൂപീകരണത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കുന്ന മറ്റൊരു കഥയിലേക്ക് വഴികാട്ടിയത്. ഹാർവി ഫയർസ്റ്റോൺ സീനിയർ ഓഫേർഡ് ജിം a job as secretary to the Firestone Tire and Rubber Company in 1926. ഈ ബർത്ത്ഡേയിൽ പങ്കെടുത്തതിന് ശേഷം ജിമ്മിനോട് ഹാർവി ഫയർസ്റ്റോൺ എന്ന് പറയുന്ന ഫയർസ്റ്റോൺ കമ്പനിയുടെ ഉടമ, അല്ലെങ്കിൽ ഹാർവി ഫയർസ്റ്റോൺ സീനിയർ, അദ്ദേഹത്തിന് ഒരു ഓഫർ ചെയ്യാണ്, നിങ്ങൾക്ക് എനിക്ക് സെക്രട്ടറി ആയിട്ട് എനിക്ക് ഈ ഫയർസ്റ്റോൺ കമ്പനിയിൽ ഒരാളെ വേണം. അങ്ങനെ 1926 അദ്ദേഹം അക്രോണിലേക്ക് മൂവ് ചെയ്യാണ്. ഒഹായോ പുട്ടിംഗ് ഹിം ഇൻ റെസിഡൻസ് അറ്റ് ദ പോർട്ടേജ് കൺട്രി ക്ലബ് അഡ്ജസ്റ്റന്റ് ടു ദി ഫയർസ്റ്റോൺ എസ്റ്റേറ്റ്. അവിടെ ഫയർസ്റ്റോൺ എസ്റ്റേറ്റിൽ അദ്ദേഹത്തിന് ഒരു കൺട്രി ക്ലബിലെ സ്ഥലത്താണ് അദ്ദേഹത്തിന് താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. ജിം വർക്ക്ഡ് ഫോർ ഫയർസ്റ്റോൺ 11 years ആൻഡ് വാസ് ബീയിങ് ഗ്രൂംഡ് ആസ് പ്രസിഡന്റ് ഓഫ് ദ കമ്പനി. അങ്ങനെ അദ്ദേഹം അവിടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തു. പക്ഷെ പിന്നീട് അദ്ദേഹം ആ കമ്പനിയുടെ പ്രസിഡന്റ് ആയി മാറി. വെൻ ഹി റിസൈൻഡ് ആൻഡ് വെന്റ് ഫുൾ ടൈം വിത്ത് ദി ഓസ്ഫോർഡ് ഗ്രൂപ്പ്. അവിടെ നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ട് ഓസ്ഫോർഡ് ഗ്രൂപ്പിന്റെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് മാറി. ഫയർസ്റ്റോൺസ് ക്ലർജിമാൻ വാസ് റവറൻഡ് വാൾട്ടർ ടങ്സ്. അപ്പൊ ഈ ഫയർസ്റ്റോൺ കമ്പനിയുടെ പുരോഹിതനായിരുന്നു. അതായത് നമുക്ക് ഓരോ കമ്പനികൾക്കും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു പുരോഹിതനെ ഉണ്ടായിരുന്നു. ആ പുരോഹിതനാണ് റവറൻഡ് വാൾട്ടർ ടങ്സ്. ജിം ജോയിനഡ് ടങ്സ് ചർച്ച് ആൻഡ് ബിക്കേം ആക്റ്റീവ് ഇൻ റേസിംഗ് ഫണ്ട്സ് ഫോർ ദയർ ബർത്ത്ഡേ കമ്മിറ്റി. ഇവിടെ ഈ ബർത്ത്ഡേ കമ്മിറ്റിക്ക് രൂപീകരിക്കുകയും ജിം വാട്ടർ ടങ്സിന്റെ ചർച്ചിലെ ഒരു അംഗമായി ജോയിൻ ചെയ്യുകയും ചെയ്തു. ജിം ഹാഡ് ബീൻ ഇൻ ന്യൂയോർക്ക് ഫോർ ദ ജാക്ക് ഡെപ്സി vs ജെനി ടെനി ഫൈറ്റ്. ഇവിടെ ജിം ന്യൂയോർക്കിലെ ജാക്ക് ഡെപ്സിയും ടെനി ഫൈറ്റും ആയിട്ടുള്ള ചില പ്രശ്നങ്ങളില് ജിം സാക്ഷിയായിരുന്നു. വൈൽ ദർ ഹി കൺഫസ്ഡ് ടു ഫ്രാങ്ക് ബിച്ച്മൻ ദാറ്റ് ഹിസ് ലൈഫ് വാസ് ഇൻ എ ടർമോയിൽ ആൻഡ് ഹി വാസ് അബൌട്ട് ടു ടേക്ക് എ ജിയോഗ്രാഫിക്കൽ കോർ. അങ്ങനെ ഈ സംഭവം കൊണ്ടാണ് ഫ്രാങ്ക് ബിച്ച്മന്റെ അടുത്ത് പറയുകയും, ജിയോഗ്രാഫിക്കൽ കോർ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് സുഖപ്പെടുക, തന്റെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് മാറി. ബുച്ച്മൻ സെന്റ് ഹിം ടു മീറ്റ് സാം ഷുമാക്കർ അറ്റ് ദ കാൽവരി ചർച്ച് ആൻഡ് ഹി മേഡ് ആൻ ഓസ്ഫോർഡ് ഗ്രൂപ്പ് കൺഫെഷൻ. ഇവിടെ വെച്ച് കാൽവരി ചർച്ചിൽ വെച്ച് സാം ഷുമാക്കറിന്റെ അടുത്ത് അദ്ദേഹം കുറ്റങ്ങൾ ഏറ്റുപറയുകയും അദ്ദേഹം കുമ്പസാരിക്കുകയും ചെയ്തു. ടു സാം ആൻഡ് വാസ് ലീഡ് ടു ജോയിൻ ഓൺ ദ ഓസ്ഫോർഡ് ഗ്രൂപ്പ് ബിസിനസ് ടീംസ്. അങ്ങനെയാണ് ജിം ഓസ്ഫോർഡ് ഗ്രൂപ്പിന്റെ ബിസിനസ് ടീമിൽ പങ്കാളിയാവുന്നത്. ദിസ് വെയർ ഗ്രൂപ്സ് ഓഫ് ഇമ്പോർട്ടന്റ് മെൻ ഹു മേഡ് അറ്റംപ്റ്റ്സ് ടു കൺവേർട്ട് അതേഴ്സ് ടു ദി ഓസ്ഫോർഡ് ഗ്രൂപ്പ് മെത്തേഡ് ഓഫ് സ്പിരിച്വാലിറ്റി. ഇതെങ്ങനെയാണ് ഓസ്ഫോർഡ് ഗ്രൂപ്പുകാര് ആത്മീയതയിലേക്കുള്ള വഴിയിലേക്ക് ബിസിനസ്സുകാരെ സ്വീകരിച്ചിരുന്നത്? ജിം ഫ്രീക്വന്റ്ലി മെറ്റ് വിത്ത് ദി അഫോർമെൻഷൻഡ് ഷെഫ് കോർണൽ ആൻഡ് റോളണ്ട് ഹസാർഡ്. പിന്നീട് ഷെഫ് കോർണലുമായി റോളണ്ട് ഹസാർഡുമായിട്ട് ജിം ബന്ധപ്പെടുകയും ഹി മെറ്റ് ടി ഹെൻറി ആൻഡ് ക്ലാരൻസ് വില്യംസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ ടി ഹെൻറിയുടെയും ക്ലാരൻസ് വില്യംസിന്റെയും പരിചയപ്പെടുകയും അവരുടെ വീട്ടിൽ ആളുകളെ പരിചയപ്പെടുകയും ചെയ്തു. ഓസ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഫ്രം അക്രോൺ ആൻഡ് മെമ്പേഴ്സ് ഓഫ് വാൾട്ടർ ടങ്സ് ചർച്ച്. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഓസ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെയും പരിചയപ്പെട്ടു, ഈ വാൾട്ടർ ടങ്സിന്റെ പള്ളിയിലെ ആളുകളെയും പരിചയപ്പെട്ടു. The business team puts on house parties in various cities in the finest hotels and clubs. ഇവർ ഹൗസ് പാർട്ടികൾ, അതായത് കുടുംബങ്ങളിൽ വീടുകളിൽ പാർട്ടികൾ നടത്തുകയും അതോടൊപ്പം മറ്റ് ഹോട്ടലുകളിൽ ഈ ക്ലബുകളിലും എല്ലാം ഓസ്ഫോർഡ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇൻ ജനുവരി ഓഫ് 1933, 1933 ജനുവരിയിൽ ഫ്രാങ്ക് ബുച്ച്മൻ ലീഡിങ് എ ടീം ഓഫ് 30 men and women, 30 ആണുങ്ങളും പെണ്ണുങ്ങളുമുള്ള descended on Akron for the first time to give testimonials at the Mayflower Hotel and in Akron churches. അപ്പോ മേഫ്ലയർ ഹോട്ടൽ എന്ന് പറയുന്ന അക്രോണിലെ പ്രശസ്തമായ ഹോട്ടലിൽ വെച്ച് ഇവരൊരു പാർട്ടി നടത്തുകയാണ്. അതിനകത്ത് 30 ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരുന്നു. അവിടെ നമുക്കറിയാം മേഫ്ലവർ ഹോട്ടലിൽ വെച്ചാണ് ബിൽ ഡബ്ല്യു താമസിക്കുന്നതെന്നും പിന്നീട് ഫോൺ വിളിക്കുന്നത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പൊ ആ ഹോട്ടലിന്റെ പേര് ഫ്ലവർ ഹോട്ടൽ ആൻഡ് ഇൻ അക്രോൺ ചർച്ചസ് ആൻഡ് ഇനിഷ്യേറ്റ് ദ ടൗൺസ് പീപ്പിൾ ഇൻ ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഓസ്ഫോർഡ് ഗ്രൂപ്പ്. അവരെന്ത് ചെയ്തു, ആ ടൗൺസിലെ അക്രോണിലെ ടൗണിലുള്ള ആ സിറ്റിയിലുള്ള എല്ലാ ആളുകളോടും ഇതിൽ പങ്കെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഹിയർ വി ക്യാൻ clearly see input from Jim Newton's parties with the Firestones and Tongues Episcopal Church. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ജിമ്മിന്റെ ഒരു എഫേർട്ട്. അതായത് ഈ പാർട്ടി സംഘടിപ്പിക്കുകയും ഫയർസ്റ്റോണെ, അതായത് ഈ ഫയർസ്റ്റോൺ ടയർ കമ്പനിയുടെ ഉടമയെയും വാട്ടർ ടങ്കസ് എപ്പിസ്കോപ്പൽ ചർച്ചിലെ ആളുകളെ എല്ലാം ഈ പറയുന്ന അക്രോൺ സൈറ്റ്, ചോയ്സ് ഓഫ് അക്രോൺ ആസ് ദ സൈറ്റ് ഓഫ് ഹിസ്
ദിസ് എൻഡ് ഓവർ റാദർ ദാൻ സം അതർ സിറ്റി. അപ്പൊ മറ്റ് സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ധാരാളം ആളുകൾ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. ഹാഡ് ജിം നോട്ട് ഓൾറെഡി ബീൻ എ ബിസിനസ് ടീം മെമ്പർ ആൻഡ് ഇൻ പ്ലേസ് ഇൻ അക്രോൺ. അപ്പോ ജിം ഈ പറയുന്ന ബിസിനസ് ടീമിൽ അംഗമാകുകയും അക്രോണിലെ ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മെമ്പർ ആവുകയും ചെയ്തു. ഇറ്റ് ഈസ് വെരി അൺലൈക്ലി ദാറ്റ് ബുച്ച്മൻ വുഡ് എവർ ഹാവ് ചൂസൺ ദിസ് സ്മോൾ. അപ്പം സാധാരണ ബുച്ച്മന് ഈ ചെറിയ പാർട്ടികളൊന്നും പങ്കെടുക്കാറില്ല, കാരണം അദ്ദേഹം വലിയ ഹൗസ് പാർട്ടികളിലാണ് പങ്കെടുക്കുന്നത്. പക്ഷെ എന്നാലും ഇദ്ദേഹം ചൂസ് ചെയ്തു റാദർ അൺനോൺ സിറ്റീസ് ആസ് എ പ്ലേസ് ടു പെർസ്യൂ ഹിസ് ഇവാഞ്ചലിസ്റ്റ് ബെറ്റർ. അദ്ദേഹം വലിയ സിറ്റികളിലും സുവിശേഷവൽക്കരണം നടത്തുന്ന ഒരാളാണ്. ജിം വാസ് ദ സ്പോക്സ്മാൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ബിച്ച്മൻ അറ്റ് ഓൾ ദ അഫയേഴ്സ് ദാറ്റ് വീക്ക് ഇൻ അക്രോൺ. അപ്പം ആ ആഴ്ചയിലെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ജിം അദ്ദേഹത്തിനെ അറിയിച്ചു. നൗ അവർ കാസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് നിയർലി കംപ്ലീറ്റ് ആൻഡ് ഇൻ പ്ലേസ്. ഇവിടെയാണ് നമ്മുടെ സീനിലുള്ള നമ്മുടെ ഈ എയുടെ രൂപീകരണത്തിന് സഹായിച്ചിട്ടുള്ള എല്ലാവരും കടന്നു വരുന്നത്. സ്റ്റിൽ ടു അപ്പിയർ ഓൺ ദ സീൻ ഹവർ ആർ ഹെൻറിറ്റ സിബർലിംഗ്. ആരൊക്കെയാണത്? ഹെൻറിറ്റ സിബർലിംഗ്, ഡോക്ടർ ബോബിനെ ബിൽ ഡബ്ല്യുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത ഹെൻറിറ്റ സിബർലിംഗ്, ആനി ഡോക്ടർ ബോബിന്റെ വൈഫ്, പിന്നെ ഡോക്ടർ ബോബ് സ്മിത്ത്, ടി ഹെൻറി, ക്ലാരൻസ് വില്യംസ്. ഇവിടെ കൂടാതെ ക്ലാരൻസ് വില്യംസും അവിടെ പങ്കെടുത്തു. വെൻ ജിം ഫസ്റ്റ് അറൈവ്ഡ് ഇൻ അക്രോൺ ഹി ഹാഡ് ബീൻ വെൽക്കംഡ് ഇൻ ടു ദ ഫയർസ്റ്റോൺ ഫാമിലി. ബിൽ ജിമ്മിന് സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഫയർസ്റ്റോൺ ഫാമിലിയിൽ അദ്ദേഹത്തിന് നല്ലൊരു സ്വീകരണം ലഭിച്ചു. ആൻഡ് ഹാഡ് ബിക്കം ഫാസ്റ്റ് ഫ്രണ്ട്സ് വിത്ത് സൺ റൂസൽ ഫയർസ്റ്റോൺ. അതായത് അദ്ദേഹത്തിന്റെ മകനായ റൂസൽ ഫയർസ്റ്റോണിന്റെ നല്ലൊരു ഫ്രണ്ടായിട്ട്, കൂട്ടുകാരനായിട്ട് ജിം മാറി. ബട്ട് ഹാഡ് എ വെരി ബാഡ് ഡ്രിങ്കിങ് പ്രോബ്ലം. ഈ പറയുന്ന റൂസൽ അല്ലെങ്കിൽ ബഡ് എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചത്, BUD ബഡ്. ബഡിന് അല്ലെങ്കിൽ റൂസലിന് വലിയ ഒരു ഡ്രിങ്കിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ആൻഡ് ഹാഡ് ഓൾറെഡി ബീൻ സെന്റ് ടു സെവറൽ ഹോസ്പിറ്റൽ ടു നോ അവേ. ധാരാളം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അതിന് വലിയ പ്രയോജനമോ ഒരു ഉപയോഗം ഉണ്ടായില്ല. കാരണം അവർക്ക് വീണ്ടും അദ്ദേഹം കുടിക്കുകയാണ് ചെയ്തത്. ജിം വെന്റ് വിത്ത് ബഡ് ടു സ്റ്റിൽ അനദർ ഡ്രൈയിങ് ഔട്ട് പ്ലേസ്. അപ്പൊ ജിം എന്ത് ചെയ്തു? വീണ്ടും ബഡിനെ കൊണ്ട് വേറൊരു ഡ്രൈയിങ് ഔട്ട് പ്ലേസിലേക്ക് പോയി. ഓൺ ദ ഹുഡ്സൺ റിവർ ഇൻ ന്യൂയോർക്ക്. അത് ഹുഡ്സൺ റിവറിലെ ന്യൂയോർക്കിലാണ് അത്. ആൻഡ് സ്റ്റേഡ് ത്രൂ ദ എൻറ്റയർ 30-day പ്രോഗ്രാം. അവിടെ ഒരു 30 ദിവസത്തെ ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ, അതായത് മദ്യത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയെങ്കിലും ഹി ടുക്ക് ബഡ് ടു ആൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഇൻ ഡെൻവർ. ഡെൻവറിലെ ഈ പറയുന്ന ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിലേക്ക് കൊണ്ടുപോയി. ടു വിച്ച് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പീപ്പിൾ ഹാഡ് ബീൻ ഇൻവൈറ്റഡ്. അവിടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പീപ്പിളും വിളിച്ചിരുന്നു. ഓൺ ദ ട്രെയിൻ ഈസ്റ്റ് അഗെയിൻ ആഫ്റ്റർ ദ പാർട്ടി. അപ്പം ആഫ്റ്റർ ഈ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ട്രെയിനിൽ വെച്ച് ഹി വാസ് ഏബിൾ ടു ഇൻട്രൊഡ്യൂസ് ബട്ട് ടു ഹിസ് ഓൾഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മിനിസ്റ്റർ സാം ഷുമാക്കർ. അവിടെ സാം ഷുമാക്കറെ പരിചയപ്പെടുത്തി. എലോൺ വിത്ത് സാം ബട്ട് സറണ്ടർ ഹിസ് ലൈഫ് ടു ഗോഡ് ഇൻ എ പ്രൈവറ്റ് കാർ ഓൺ ദ ട്രെയിൻ. അവിടെ വെച്ചിട്ടാണ്, അതായത് ട്രെയിനിലെ ഒരു ബോഗിയിൽ വെച്ചിട്ടാണ് സാമുമായിട്ട് സംസാരിക്കുകയും ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്തത്. ഹിസ് ലൈഫ് ചേഞ്ച്ഡ്. അപ്പൊ ഇത് വലിയൊരു അത്ഭുതമായി. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം ചേഞ്ച് ആയി. ആൻഡ് ഹിസ് ഫാമിലി സിറ്റുവേഷൻ ആൻഡ് മാരേജ് വെർ സേവ്ഡ്. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും മാരേജും ഡൈവോഴ്സ് ആവേണ്ടായിരുന്നു, അവിടെയും രക്ഷപ്പെട്ടു. നൗ അക്രോൺ വാസ് ദ പ്ലേസ് വേർ എ വാസ് നോട്ട് ബി ഫൗണ്ടഡ്. ഇവിടെ അങ്ങനെ നൗ അക്രോൺ വാസ് ദ പ്ലേസ് വേർ എ വാസ് ടു ബി ഫൗണ്ടഡ്. അങ്ങനെയാണ് അക്രോണിൽ സ്ഥാപിക്കാനായിട്ടുള്ള വഴി തെളിഞ്ഞത്. ജിം ന്യൂട്ടൺ ഹാഡ് helped bring to the city the Oxford group message of the alcoholic friend Bud Firestone. അതായത് ജിം ആണ് ഈ പറയുന്ന ഫയർസ്റ്റോൺ കമ്പനിയുടെ ഉടമയുടെ മകനായ ബഡിനെ മോചനത്തിലേക്ക് നയിച്ചത്. മെസ്സേജ് ലെഡ് ടു ബഡ്സ് മിറാക്കുലസ് റിക്കവറി ദാറ്റ് ലാസ്റ്റഡ് ഫോർ എ ടൈം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ മോചനം, ഈ മിറാക്കുലസ് റിക്കവറി, അത്ഭുതകരമായ മോചനം കുറെ കാലം നിലനിന്നു. ദ മെസ്സേജ് ആൻഡ് ദ റിക്കവറി വെയർ ബ്രോഡ്കാസ്റ്റ് ടു ഇൻട്രസ്റ്റഡ് കമ്മ്യൂണിറ്റി. ബി എ ഗ്രേറ്റ്ഫുൾ ഫാദർ ഹാർവി ഫയർസ്റ്റോൺ. അതായത് ബഡിന്റെ അച്ഛനായ ഹാർവി ഫയർസ്റ്റോൺ എന്ത് ചെയ്തു? അത് ആ കമ്മ്യൂണിറ്റിയിൽ അറിയിക്കാനായിട്ട് വൈഡായിട്ട് സ്പ്രെഡ് ചെയ്തു. വളരെയധികം സ്പ്രെഡ് ചെയ്യുകയും പ്രത്യേകിച്ച് പത്രങ്ങളിൽ വരെ
ആ വാർത്ത വന്നു എന്നുള്ളതാണ്. ക്ലാരൻസ് വില്യംസ് വാസ് ദേർ ആൻഡ് ജോയിൻഡ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അലോങ് വിത്ത് ടി ഹെൻറി വില്യംസ്. ഈ സമയമാണ് ക്ലാരൻസ് വില്യംസ്, അതായത് ക്ലേവ്ലാൻഡില് നമ്മുടെ ഗ്രൂപ്പ് സ്ഥാപിച്ച ക്ലാരൻസ് വില്യംസ് ടി ഹെൻറി വില്യംസിന്റെ വീട്ടിൽ സ്ഥിരമായി ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പങ്കെടുത്തിരുന്നു. ആൻഡ് ബിഗാൻ റെഗുലർലി അറ്റൻഡിങ് ദ മീറ്റിംഗ്. അദ്ദേഹം സ്ഥിരമായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കാനും തുടങ്ങി. അബൌട്ട് ദ സെയിം ടൈം എ ലേഡി നെയ്മഡ് ഹെൻറിറ്റ സെബർലിംഗ്. ഇതേ സമയമാണ് ഹെൻറിറ്റ സെബർലിംഗും ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ അവിടെ പങ്കെടുക്കുന്നത്. ദ വൈഫ് ഓഫ് ജോൺ സെബർലിംഗ് ഓഫ് ദ സെബർലിംഗ് ടയർ ആൻഡ് റബ്ബർ കമ്പനി. സെബർലിംഗ് ടയറിന്റെയും റബ്ബർ കമ്പനിയുടെ ഭാര്യ ഉടമയായ ജോൺ സെബർലിംഗിന്റെ ഭാര്യയാണ് ഹെൻറിറ്റ സെബർലിംഗ്. ഇവർ അവിടെ പങ്കെടുത്തു. ഫൗണ്ട് ഹെർസെൽഫ് വിത്ത് പേഴ്സണൽ ആൻഡ് മാരിറ്റൽ പ്രോബ്ലം. അതായത് അവൾക്ക് സ്വന്തമായിട്ടും വിവാഹത്തിനും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ്. അവളുടെ ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. ഷീ ടേൺഡ് ടു ദി ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൻഡ് അറ്റൻഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് ദ മേഫ്ലയർ ഹോട്ടൽ. അവിടെ വെച്ച് ഹെൻറിറ്റ സെബർലിംഗ് മേഫ്ലയർ ഹോട്ടലിലെ ആദ്യത്തെ ഓക്സ്ഫോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ഷീ വെന്റ് വിത്ത് എ വുമൺ നെയ്മഡ് ആൻ സ്മിത്ത്. അവള് മറ്റൊരു ഡോക്ടർ ബോബിന്റെ ഭാര്യയായ ആൻ സ്മിത്തിന്റെ കൂടെയാണ് അവിടെ പങ്കെടുത്തത്. ദ വൈഫ് ഓഫ് എ വെൽ നോൺ അക്രോൺ സർജൻ. ആ സമയത്ത് അക്രോണിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള സർജൻ ആയിരുന്നു ഡോക്ടർ ബോബ്. ഹു വാസ് ഇൻ ഡീപ് ട്രബിൾ വിത്ത് ഹിസ് ഡ്രിങ്കിങ്. മദ്യപാനത്തിനോട് വളരെയധികം പ്രശ്നമുണ്ടായിരുന്ന ഒരാൾ. ദ പ്രോഗ്നാറ്റേഴ്സ് നൗ അസ്യൂം ദെയർ റോൾസ്. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ ഓരോരുത്തരും നമ്മുടെ എയുടെ രൂപീകരണത്തിനായ റോളിലേക്ക് കടന്നു വന്നത്. എ കൈൻഡ്ലി ആൻഡ് മിഷനറി ഓറിയന്റഡ് കപ്പിൾ. അപ്പൊ ഇവര് ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പോലെയുള്ള ഒരു സുവിശേഷവൽക്കരണ മിഷനറി സുവിശേഷവൽക്കരണത്തിന്റെ മിഷൻ ആയിട്ട് പ്രവർത്തിക്കുന്ന കപ്പിളാണ്. പ്രത്യേകിച്ച് വില്യംസ് ഹാഡ് ബീൻ ഇംപ്രസ്ഡ് വിത്ത് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെസ്സേജ്. വില്യംസും ടി ഹെൻറി എല്ലാം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ സന്ദേശത്തിൽ ആകർഷകരായി. ആൻഡ് ഹാഡ് എ ഹോം ടു ഓഫർ ഫോർ എ മീറ്റിംഗ് പ്ലേസ്. അവർ തങ്ങളുടെ വീട് അവരുടെ മീറ്റിംഗിനായിട്ട് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. എ ഗിഫ്റ്റഡ് ആൻഡ് കമ്പാഷനേറ്റ് ലേഡി നെയ്മഡ് ഹെൻറിറ്റ സെബർലിംഗ്. അതോടൊപ്പം ഹെൻറിറ്റ സെബർലിംഗ്സും അവരോടൊപ്പം പങ്കെടുത്തു. നല്ലൊരു വിനയവും നല്ല മാധുര്യവുമുള്ള സ്ത്രീയായിട്ടാണ് ഹെൻറിറ്റ സെബർലിംഗിനെ വിവരിക്കുന്നത്. ഹൂ ഹാഡ് മാസ്റ്റർഡ് സം ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പ്രിൻസിപ്പിൾസ്. അവൾ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ തത്വങ്ങൾ അനുസരിച്ചാണ് ജീവിച്ചത്. ഹാഡ് ഹെർ ഐ ഓൺ യൂസിംഗ് ദ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ടു ഹെൽപ്പ് ഹെർ ഗുഡ് ഫ്രണ്ട് ഡോക്ടർ ബോബ് സ്മിത്ത്. അവൾ എപ്പോഴും തന്റെ ബൈബിളിലെ ചില തത്വങ്ങൾ ഡോക്ടർ ബോബിനെ രക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. വിത്ത് ഹിസ് ഡ്രിങ്കിങ് പ്രോബ്ലം. അവന്റെ കുടിയുടെ പ്രശ്നം പരിഹരിക്കാനായി. ആറ്റ് ടു ദ മിക്സ് ദ എഫേർട്ട് ഓഫ് ഹിസ് വൈഫ്. അതുകൂടാതെ ആൻ സ്മിത്തിന്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ആനി ഹു അസംബിൾഡ് ബുക്സ് ആൻഡ് സ്പിരിച്വൽ റീഡിങ്സ് ദ പ്രിൻസിപ്പിൾ ഫ്രം ദി ബൈബിൾ. ആനിയും ഇതുപോലെയുള്ള ബൈബിളിലെ കുറെ കാര്യങ്ങളൊക്കെ ഡോക്ടർ ബോബിന്റെ മോചനത്തിനായിട്ട് ശേഖരിച്ചിരുന്നു. ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ആൻഡ് വാരിയേഴ്സ് other Christian writings all the way praying for a solution of her husband's seemingly hopeless drinking problem. അപ്പൊ ആനി എപ്പോഴും ഇത്തരം പല റൈറ്റിങ്സും എഴുത്തുകളും ഹസ്ബൻഡിന്റെ വളരെ പരിതാപകരമായിട്ടുള്ള പ്രതീക്ഷാരഹിതമായിട്ടുള്ള മദ്യപാനത്തിൽ നിന്ന് മദ്യാസക്തിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. ദ ടാലന്റഡ് ആൻഡ് വെരി ആൽക്കഹോളിക് സർജൻ. അതായത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ആൽക്കഹോളിക് സർജൻ ആയിരുന്നു. വിത്ത് എ ഫോക്കസ് ഓഫ് ഓൾ ദിസ് എഫേർട്ട്. ഇത്തരം എഫേർട്ടുകളൊന്നും അവിടെ ഫലം കണ്ടില്ല. ഹി ഡിഡ് എ ലോട്ട് ഓഫ് സ്പിരിച്വൽ റീഡിങ്. അയാളാണട്ടെ ഒരുപാട് ആത്മീയ പുസ്തകങ്ങൾ വായിച്ചു. അറ്റൻഡഡ് എ ലോട്ട് ഓഫ് മീറ്റിംഗ്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഒരുപാട് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്തു. ബട്ട് റിമെയിൻഡ് ഡ്രങ്ക്. പക്ഷെ അദ്ദേഹം വീണ്ടും കുടിച്ചുകൊണ്ടേയിരുന്നു. നൗ ഓൾ ദ ഏർലിയർ സീമിംഗ്ലി കോ ഇൻസിഡൻസ് കവറേജ്. ഇവിടെ നമുക്ക് മറ്റു ഏക്ക് മുമ്പുള്ള പല കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. And this story merges into the facts we all know from our AA literature. ഇത്തരം കഥകളെല്ലാം നമ്മുടെ ആൽക്കഹോളിസം അനോണിമസിന്റെ ലിറ്ററേച്ചറുകളിൽ നിന്ന് നമുക്കിപ്പോ വായിച്ചെടുക്കാവുന്നതാണ്. On to this scene landed the rum hound from New York, moved by what both Bill Wilson and Henrietta Severling felt was the guidance of God. അപ്പം അതായത് മദ്യം മാത്രം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളുകളെ എങ്ങനെ ബിൽ വിൽസന്റെ ന്യൂയോർക്കിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്രയും ഹെൻറിറ്റ സെബർലിംഗും ദൈവത്തിന്റെ സഹായത്താൽ നയിക്കപ്പെട്ട് ദൈവത്തിന്റെ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ച് എങ്ങനെ ആളുകളെ രക്ഷിച്ചു എന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സഹായിക്കുക. വിൽ ഹാഡ് റിക്കവേർഡ് ഫ്രം ഹിസ് ഡിസീസ്. വില്ല് അദ്ദേഹത്തിന്റെ രോഗത്തിൽ നിന്ന് മോചനം നേടി. Bill had recovered from his disease and was determined to stay sober by seeking out and helping another drink. അതായത് ബില്ല് എങ്ങനെയാണ് സുബോധവാനായത്?
അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ മറ്റു മദ്യാസക്തരെ കണ്ടുപിടിക്കും, അവരുടെ മോചനത്തിനായി സഹായിക്കും. ദ റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക് ബിൽ സെൽഫ് ഡിസ്ക്രിപ്ഷൻ വെൻ ഹി മേഡ് ദ ഫാറ്റ്ഫുൾ ഫോൺ കോൾ ടു ഹെൻറിറ്റ. അതായത് എന്താണ് റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക് എന്ന് പറഞ്ഞാല്, അതായത് മദ്യത്തിൽ മാത്രം തേടിക്കൊണ്ടിരുന്ന ഒരാളായിട്ടാണ് ന്യൂയോർക്ക് ഫ്രം ന്യൂയോർക്ക് എന്നാണ് ഹെൻറിറ്റ സിബർലിങ്ങിനെ മേഫ്ലെയർ ഹോട്ടലിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഐ ആം റം ഹൗണ്ട് ഫ്രം ന്യൂയോർക്ക്. എന്ന് വെച്ചാൽ മദ്യത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ന്യൂയോർക്കിലെ. ജസ്റ്റ് ഹാപ്പൻ ടു ബ്രിങ് ടു അക്രോൺ സം സൊല്യൂഷൻ ദെയർഫോർ നെവർ അസംബിൾഡ് ഇൻ വൺ പ്ലേസ് ആൻഡ് ഡെലിവേർഡ് ബൈ ജസ്റ്റ് വൺ പേഴ്സൺ. അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുടെ കൂടിച്ചേരലോടുകൂടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് രൂപീകൃതമായത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ കാര്യമോ ഏതെങ്കിലും ഒരു സംഭവങ്ങളുടെ കാര്യത്തിലോ നമുക്കിത് ഒതുക്കി നിർത്താൻ കഴിയില്ല. അപ്പൊ ഇതിനകത്ത് സം ഇമ്പോർട്ടന്റ് നോളജ് അബൌട്ട് ദ ഡിസീസ് ഓഫ് ആൽക്കഹോളിസം അക്കോമുലേറ്റഡ് ത്രൂ ദ വർക്ക് ഓഫ് ഡോക്ടർ സിൽക്ക്വർത്ത് അറ്റ് ടൗൺസ് ഹോസ്പിറ്റൽ ഇൻ ന്യൂയോർക്ക്. ആദ്യത്തെ കാര്യം തന്നെ നമുക്കറിയാം, ടൗൺസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സിൽക്ക്വർത്തിൽ നിന്ന് മദ്യാസക്തിയുടെ രോഗത്തെക്കുറിച്ചും അതിന്റെ പരിണത ഫലങ്ങളെ കുറിച്ചും എല്ലാം ബിൽ ഡബ്ല്യുവിന് അറിവുണ്ടായതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, an important spiritual solution to the problem that had been passed from Dr. Carl Jung to റോളണ്ട് ഹസാഡ് ആൻഡ് ദെൻ ഓൺ എ ബിൽ ബൈ എ ബി താച്ചർ. അതായത് റോളണ്ട് ഹസാഡിന് തന്റെ ഗവേഷണത്തിലൂടെ അല്ലെങ്കിൽ കണ്ടുപിടിക്കലിലൂടെ കാൾജങ് എന്ന് പറയുന്ന ആളുടെ അടുത്ത് എത്തുകയും ആ സൈക്കാട്രിസ്റ്റ് റോളണ്ട് ഹസാഡിന് ആത്മീയതയുടെ വഴിയിലേക്ക് മോചനത്തിനായി കൊടുക്കുകയും ചെയ്തു. റോളണ്ട് ഹസാഡ് എബി താച്ചറുടെ അടുത്ത് എത്തി, എബി താച്ചറുടെ അടുത്ത് നിന്ന് ബിൽ ഡബ്ല്യുവിന് കിട്ടി. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എ വാലിഡേഷൻ ഓഫ് ദി സ്പിരിച്വൽ സൊല്യൂഷൻ ബൈ ദ സ്കോളർലി സ്റ്റഡീസ് പ്രൊഫസർ വില്യം ജെയിംസ്. ഈ സ്പിരിച്വൽ സൊല്യൂഷൻ, ഈ ആത്മീയ പദ്ധതിയുടെ യഥാർത്ഥ കണ്ടുപിടിക്കൽ അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ജെയിംസ് ആണ്. ദ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് ബിൽ ഡബ്ല്യുവിന് ഈ സ്പിരിച്വൽ സൊല്യൂഷൻ കിട്ടുന്നത്. അത് വാലിഡേറ്റ് ചെയ്തത് വളരെയധികം വിദ്യാസമ്പന്നനായിരുന്ന പ്രൊഫസറായിരുന്ന വില്യം ജെയിംസിൽ നിന്നാണ്. ആ കാലത്ത് അനേകം പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ്. അതിൽ ഏറ്റവും ഫേമസ് പുസ്തകമാണ് ദ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ്. നമ്മുടെ ബിഗ് ബുക്കിൽ അത് പറയുന്നുണ്ട്. നാലാമത്തെ കാര്യം, എ ലിങ്കേജ് ബിറ്റ്വീൻ ദ പ്രോബ്ലം ഓഫ് ആൽക്കഹോളിസം ആൻഡ് വിത്ത് ദ solution that God could and would solve the problem if a relation were sought with him by using the Oxford Group's practical program of action. അടുത്ത നാലാമത്തെ കാര്യം, മദ്യം എന്ന പ്രശ്നമുള്ള ഒരാൾക്ക് ദൈവത്തിന്റെ സഹായത്താലോ അല്ലെങ്കിൽ ആത്മീയതയുടെ സഹായത്താലോ മോചനം നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നുള്ള, അല്ലെങ്കിൽ ദൈവത്തിനോട് സ്ഥിരമായി വേർ സോട്ട് വിത്ത് ഹിം ബൈ യൂസിങ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രാക്ടിക്കൽ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അതായത് പ്രായോഗികതയിൽ എത്തുന്ന, പ്രവൃത്തി പദത്തിലേക്ക് എത്തുന്ന തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ള എക്സ്പീരിയൻസ് ആർക്ക് കിട്ടി? ആദ്യം കിട്ടിയത് ആർക്കാണ്? റോളണ്ടിന്. അവിടെ നിന്ന് എബിയുടെയും റോളണ്ടിന്റെയും പ്രോഗ്രാം അടുത്തതായിട്ട് ബിൽ വിൽസിന് കിട്ടി. ഇൻ അക്രോൺ, ടി ഹെൻറി ആൻഡ് ക്ലാരൻസ് വില്യംസ് ആൻഡ് ഹെൻറിറ്റ സിബർലിംഗ് വെയർ അറ്റൻഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് അറ്റ് ദ മേഫ്ലയർ ഹോട്ടൽ ആൻഡ് എൽസ്വെയർ. അപ്പൊ മറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മേഫ്ലയർ ഹോട്ടലിൽ ടി ഹെൻറിയും ക്ലാരൻസ് വില്യംസും ഹെൻറിറ്റ സിബർലിംഗും ഈ 30 പേരടങ്ങുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തതാണ്. ഡോക്ടർ ബോബ് സ്മിത്ത് ഓൾസോ അറ്റൻഡഡ് വിത്ത് ഹിസ് വൈഫ്. ഇതേ സമയം തന്നെയാണ് ഡോക്ടർ ബോബും ആനും ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. ഡോക്ടർ ബോബിന്റെ ഭാര്യ ആനും പങ്കെടുത്തത്. ഹി ഷൈഡ് അവേ ഫ്രം ടോക്കിംഗ് അബൌട്ട് ഹിസ് പ്രോബ്ലം പബ്ലിക്കലി. ഡോക്ടർ ബോബ് ആകട്ടെ പൊതുവേദിയിൽ തന്റെ പ്രോബ്ലം പറയാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ആൻഡ് കണ്ടിന്യൂഡ് ഡ്രിങ്കിങ്. അതുകൊണ്ട് രഹസ്യമായിട്ട് അദ്ദേഹം കുടിച്ചുകൊണ്ടേയിരുന്നു. In her consent, Dr. Bob Henrietta suggested to Henry that if they could set up a smaller, more private meeting, perhaps Bob might feel more at ease and to be able to make a confession in the Oxford group fashion and a commitment to sobriety. അതായത് ഒരു വലിയ ഗ്രൂപ്പിൽ ഡോക്ടർ ബോബിനുണ്ടാകുന്ന ഈ മടിയെ മാറ്റാനായി ടി ഹെൻറിയോട് അവൾ ആവശ്യപ്പെട്ടാണ് ഒരു ചെറിയ മീറ്റിംഗ് നടത്താം. അന്നേരം ഒരു പക്ഷേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മാതൃകയിൽ അവൻ കുമ്പസാരത്തിലൂടെ ഇതെല്ലാം ഏറ്റുപറയുകയും അങ്ങനെ അവൻ സുബോധത്തിൽ എത്തുകയും ചെയ്തു. ടി ഹെൻറി ആകട്ടെ
was chosen for this special meeting. അങ്ങനെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടത്താനായിട്ട്, ആൻഡ് ദിസ് മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ എ വെനസ്ഡേ ഇൻ ഏപ്രിൽ ഓഫ് 1935. 1935 ഏപ്രില്, ജസ്റ്റ് 1 month ബിഫോർ ബിൽ വിൽസൺ കെയിം ടു അക്രോൺ. ഡോക്ടറെ കണ്ടുമുട്ടുന്നതിന്, ബിൽ വിൽസൺ കണ്ടുമുട്ടുന്നതിന് 1 മാസം മുമ്പേ ആണ് ഈ മീറ്റിംഗ് വെനസ്ഡേയില്, ബുധനാഴ്ച തുടങ്ങിയത്. ദിസ് മീറ്റിംഗ് വെയർ യൂഷ്വലി ലെഡ് ബൈ ടി ഹെൻറി, ഹെൻറിറ്റ ഓർ ഫ്ലോറൻസ് മെയിൻ. ഇപ്പൊ 3 പേരാണ്. ചെറിയൊരു മീറ്റിംഗ് ആണ്. ടി ഹെൻറിയും ഹെൻറിറ്റയും ഫ്ലോറൻസ് മെയിനുമായിരുന്നു. ആൻഡ് അറ്റ് വൺ ഓഫ് ദിസ് ഡോക്ടർ ബോബ് വാസ് ഏബിൾ ടു കൺഫസ്. ഇവിടെ വെച്ചിട്ട് ഡോക്ടർ ബോബ് കുമ്പസാരിക്കുകയാണ്. ദാറ്റ് ഹി വാസ് എ സീക്രട്ട് ഡ്രിങ്കർ. അവൻ രഹസ്യമായി കുടിക്കുന്നുണ്ട്. ആൻഡ് നീഡഡ് ഹെൽപ്പ് ആസ് ഹി കുഡ് നോട്ട് സ്റ്റോപ്പ്. അവന് സഹായം ആവശ്യമുണ്ട്, അവന് നിർത്താൻ പറ്റുന്നില്ല. ദിസ് വാസ് ദ very place that was to become the home to the about to begin alcoholic contingent of the Oxford group. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയാണ് ആൽക്കഹോളിക്കുകളായിട്ടുള്ള ആൽക്കഹോളിക് പ്രോബ്ലം കൈകാര്യം ചെയ്യുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ ആദ്യത്തെ പരിപാടി തുടങ്ങുന്നത്. വി ക്യാൻ നൗ സീ ഹൗ ഓൾ ദീസ് ക്യാരക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു പുട്ടിംഗ് ഡോക്ടർ ബോബ് ആൻഡ് ബിൽ അറ്റ് എ മീറ്റിംഗ് ഇൻ ഹെൻറിറ്റ സിബ്ലിംഗ്സ് ഹോം ഇൻ ദ ഗേറ്റ് ഹൗസ് ഓഫ് ഫയർസ്റ്റോൺ എസ്റ്റേറ്റ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഹെൻറിറ്റ സിബർലിംഗ് പോലെയുള്ള, വാൾട്ടർ ടങ്സ് പോലെയുള്ള ആളുകൾ എങ്ങനെയാണ് നമ്മുടെ ഈ സീനിലേക്ക് കടന്നു വന്നത്. ഡോക്ടർ ബോബിനെ ബിൽ ഡബ്ല്യു ആയിട്ട് സംസാരിക്കാനായിട്ട് ഹെൻറിറ്റ സിബർലിംഗിന്റെ വീടായ ഗേറ്റ് ഹൗസ് ഓഫ് ഫയർസ്റ്റോൺ എസ്റ്റേറ്റ്, ഫയർസ്റ്റോൺ കമ്പനിയുടെ എസ്റ്റേറ്റിലെ ഗേറ്റ് ഹൗസിലെ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമായത് എന്ന് നമുക്ക്, അതുപോലെ തന്നെ ഫൗണ്ടിങ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെയാണ് രൂപീകൃതമായത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളോട് നമുക്ക് മനസ്സിലാകും. അക്രോൺ മെയ് 11, 1935, 1935 മെയ് 11 അവർ കണ്ടുമുട്ടുന്നത്. വി ക്യാൻ ഫൈൻഡ് നോ റെഫറൻസ് എനിവേർ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ബിൽ വിൽസൺ കൺസിഡേർഡ് ഓർ മേഡ് എനി കോൺഷ്യസ് എഫേർട്ട് ടു ലൊക്കേറ്റ് ഓൺ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പർ വെൻ ഹി മേഡ് ഹിസ് ഡെസ്പറേഷൻ ഫോൺ കോൾ ഇൻ ദ മേഫ്ലവർ ഹോട്ടൽ ഇൻ അക്രോൺ. നമുക്കറിയാം, വളരെ നിരാശാജനകമായിട്ടുള്ള ബിസിനസിന്റെ പരാജയത്തിന് ശേഷം ബിൽ ഡബ്ല്യു മേഫ്ലവർ ഹോട്ടലിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് ഹെൻറിറ്റ സിബർലിംഗിന്റെക്കാണ്. ഹെൻറിറ്റ സിബർലിംഗ് അത് പിന്നീട് എഴുതിയത് ഇങ്ങനെയാണ്: ബിൽ ലുക്ക്ഡ് ഇൻ ടു ദി കോക്ടെയിൽ റൂം ആൻഡ് വാസ് ടെംപ്റ്റഡ് ആൻഡ് തോട്ട്. അതായത് ബാർ റൂമിലേക്ക്, മേഫ്ലവർ ഹോട്ടലിലെ ബാർ റൂമിലേക്ക് അവനെ ശ്രദ്ധ ചെലുത്തുകയും അവന് പ്രലോഭിപ്പിക്കുകയും ചെയ്തു. Well, I will just go in there and get drunk and forget it all and that will be the end of it. അതായത് അവൻ അവിടെ പോവുകയും കുടിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ എല്ലാം അവസാനിക്കുമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ് ബീൻ സോബർ 5 months ഇൻ ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. 5 മാസത്തോളം മാത്രമേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് അവൻ മോചിതനായിട്ടുള്ളൂ. ഹി സെഡ് എ പ്രയർ. അവൻ പക്ഷേ പ്രാർത്ഥിച്ചു. ഹി റിസീവ്ഡ് ഗൈഡൻസ് ടു ലുക്ക് അറ്റ് എ മിനിസ്റ്റർ ഡയറക്ടറി ബോർഡ് ആൻഡ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻ. അവന് പെട്ടെന്ന് തോന്നുകയാണ് അവിടെ ഇരുന്ന ഒരു ഡയറക്ടറിയിലേക്ക്, പുരോഹിതരുടെ നമ്പറുള്ള ഒരു ഡയറക്ടറിയിലേക്ക് ശ്രദ്ധ തിരിയാൻ. അതിനു മുമ്പ് അവിടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാര് പാർട്ടി വെച്ചിട്ടുണ്ട്, അവരുടെ മീറ്റിംഗ് അവിടെ വെച്ചിട്ടുണ്ട് ആ ഹോട്ടലിൽ. അതുകൊണ്ടായിരിക്കാം ആ ഡയറക്ടറി അവിടെ ഉണ്ടായിരുന്നത്. ഹി പുട്ട് ഹിസ് ഫിംഗർ ഓൺ 1 name. അങ്ങനെ അവൻ 10 പേരുടെ പേര് തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടങ്സ് എന്നുള്ള പേരാണ്. റവറൻ വാൾട്ടർ ടങ്സ്, അത് പുരോഹിതന്റെ പേരാണ്. അങ്ങനെ അവര് ഹാർവി ഫയർസ്റ്റോൺസ് മിനിസ്റ്റർ ആണ്. അങ്ങനെ ഈ പറയുന്ന വാൾട്ടർ ടങ്സ് നമുക്കറിയാം, ആൻഡ് ഫയർസ്റ്റോൺ ഹാഡ് ബോട്ട് ബുച്ച്മൻ ആൻഡ് 30 ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ടു അക്രോൺ ടു ഫോർ 10 days in gratitude for their help for his son റൂസൽ. അതായത് ഈ ഫയർസ്റ്റോൺ, ഹാർവി ഫയർസ്റ്റോൺ എന്ന് പറയുന്ന ഫയർസ്റ്റോൺ ടയർ കമ്പനിയുടെ ഉടമയും റവറൻ വാൾട്ടർ ടങ്സും കൂടി ഫയർസ്റ്റോണിന്റെ മകനായ റൂസലിനെ രക്ഷിക്കാനായി, അല്ലെങ്കിൽ അവന്റെ കുടിയിൽ നിന്ന് അവനെ രക്ഷിക്കാനായിട്ട് ഫ്രാങ്ക് ബുച്ച്മാനെയും 30 ആളുകളെയും ആ ഹോട്ടലിൽ കൊണ്ടുവരികയും ഔട്ട് ഓഫ് ദാറ്റ് ആക്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് ദിസ് വൺ ഫാദർ ദിസ് ഹോൾ ചെയിൻ സ്റ്റാർട്ടഡ്. അവിടെ നിന്ന് ഒരു കൃതജ്ഞത, അതായത് മകൻ രക്ഷപ്പെട്ടതിനുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് ഈ ചങ്ങല ആരംഭിക്കുന്നത്. ഇൻ ആൻ അറ്റംപ്റ്റ് ടു പേ ബാക്ക് ജസ്റ്റ് എ ലിറ്റിൽ. അങ്ങനെ ഒരു ചെറിയ കാര്യം തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആശയം അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയാണ് അവിടെ ഒരു ഹൗസ് പാർട്ടി നടത്തുന്നത്. ദിസ് ആർട്ടിക്കിൾ വാസ് റിട്ടൺ ഇൻ ടു പാസ് ഓൺ ദ ആക്യുറേറ്റ് ഹിസ്റ്ററി ഓഫ് ദ ബിഗിനിങ് ഓഫ് എ. ഇപ്പൊ ഈ ചരിത്രകാരൻ പറയാണ്, ഒരു യഥാർത്ഥത്തിലുള്ള എയുടെ ഒരു ചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾ അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് ധാരാളം സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച ബാക്കി സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. മൈക്ക് ഉണ്ണിക്ക് കൈമാറുന്നു. Thank you, Shibota. Thank you very much.
പ്രിയമുള്ളൊരു മദ്യാസക്തനാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എ എന്ന ഒരു ഫെലോഷിപ്പിന്റെ സഹായത്തിൽ മദ്യപിച്ചിട്ടുള്ള എൻ്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ്. ചരിത്രത്തില് വളരെ പ്രധാനപ്പെട്ട സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കെയിൽ ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോകുന്ന ആ ചരിത്ര മുഹൂർത്തത്തിന് ആൽക്കഹോളിക്സ് അനോണിമസിനെ അതിന്റെ പുതിയ സേവകരിലേക്ക് മാറ്റം അല്ലെങ്കിൽ അവരിലേക്ക് കൈമാറാനായിട്ട് ബിൽ വിൽസൺ തയ്യാറായിട്ട് നിൽക്കുന്നു. അദ്ദേഹം പറയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവി സുരക്ഷിതമായിരിക്കുന്നത് 10ാമത്തെ പാരമ്പര്യത്തിലാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. നമ്മൾ തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല. കാരണം നമ്മൾ രഹസ്യമായിട്ട് തർക്കങ്ങൾ അല്ലെങ്കിൽ പരസ്യമായിട്ട് നമ്മൾ തർക്കം ചെയ്യില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വ്യക്തികൾ പല തർക്കങ്ങളുണ്ടെങ്കിലും എ തുടങ്ങി ഇന്നേ വരെ നമ്മൾ വലിയ തർക്ക വിഷയങ്ങളിൽ നമ്മൾ പങ്കെടുത്തിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് അതിനെ അഡ്രസ് ചെയ്യാറില്ല. അത് മാറി നിന്നിട്ടാണ്. അതാണ് നമ്മുടെ കൂട്ടായ്മ. ഒന്നിന്റെയും പക്ഷം ചേരാതെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. ബില്ല് തന്നെ പറഞ്ഞു, നമ്മൾ ഒന്നും ആർജിച്ചൊരു നന്മയായിട്ടല്ല, അത് പലതും നമ്മളിൽ ഉണ്ടായിരുന്നതാണ്. കാരണം സ്വകാര്യമായി അംഗങ്ങൾ ബന്ധപ്പെടുമ്പോൾ മതത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, സാമൂഹ്യ പരിഷ്കരണങ്ങളെക്കുറിച്ച്, അതിൽ വൈകാരികമായി കുഴപ്പമുണ്ടാക്കുന്ന ചർച്ചകൾ അംഗങ്ങൾ രഹസ്യമായോ പരസ്യമായോ അംഗങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പരസ്യമായി തർക്കം പിടിക്കാതിരിക്കുകയും കൂട്ടായ്മയുടെ 1ാം പാരമ്പര്യത്തിൽ നമ്മൾ നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോ നമുക്ക് ഏറ്റവും വലിയ രസം, ഈ കംസ് ഓഫ് ഏജ് എഴുതി കഴിഞ്ഞ് നമ്മുടെ 13 സ്റ്റെപ്പ് വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ ഈ ഒരു കാര്യമാണ് ജനറൽ സർവീസ് ഓഫീസ് എടുത്തത്. അവിടെ പറയണം, എത്ര തന്നെ പ്രകോപിതരായാലും, വലിയ പ്രകോപനമുണ്ടായി ആൽക്കഹോളിക്സ് അനോണിമസിനെതിരെ, നമ്മൾ പരസ്യമായിട്ട് പക്ഷം പിടിക്കാനോ എക്ക് വേണ്ടി ഒരു വക്കീലും വേണ്ട എന്നുള്ള തീരുമാനം തന്നെയായിരുന്നു നമുക്ക്. നമ്മൾ ആരും പറയേണ്ട കാര്യമില്ല. നമുക്കത് ഗുണകരമാണെങ്കിൽ പോലും ആൽക്കഹോളിക്സ് അനോണിമസിന് വക്കീലായിട്ട് ആരും നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടായത് എന്താണ്? ചില ആളുകൾ അവരുടെ സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അവനാണ് എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ പോകുന്നു, ഇതാണ് എന്ന രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ അവർക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിയാണ്. കംസ് ഓഫ് ഏജ് പലപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിൽ നമ്മൾ നിൽക്കണം. എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഫെലോഷിപ്പ് എത്ര മനോഹരമായി മുന്നോട്ട് പോകും. ചരിത്രം എപ്പോഴും പാഠപുസ്തകമാണ്. ആ ചരിത്രത്തിലെ ഓരോ ഏടുകളും ഓരോ സംഭവങ്ങളും പലപ്പോഴും തനിയാവർത്തനങ്ങൾ പോലെ കടന്നു വരും. നമ്മുടെ പഴമക്കാരായ മനുഷ്യര് ആ ചരിത്ര സംഭവങ്ങളിലൂടെ കടന്നു പോവുകയും അതിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്ന ഫെലോഷിപ്പിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ലോകത്തുണ്ടായ മതങ്ങളിലായിക്കോട്ടെ, വംശങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, മറ്റു പ്രശ്നങ്ങളായിക്കോട്ടെ, ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി സമ്പത്തിന്റെ പേരിൽ വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ നിൽക്കണം? ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു ആത്മീയതയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെയാണ് എയുടെ ഒരു കമ്പനി ഡയറക്ടർ, ഒരു കമ്പനിയുടെ സിഇഒ ആണ്. എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ഡോളറുകളുടെ ബില്ലുകൾ പാസ്സാക്കി വരുന്ന ആള് മീറ്റിംഗിന്റെ ഉള്ളിൽ $28 പോസ്റ്റൽ ചാർജിനെ കുറിച്ച് തർക്കിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മറ്റു ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കോലാഹലമൊന്നും, എന്ത് തന്നെ കോലാഹലം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അങ്ങ് അപ്പടി മാറ്റിയെടുക്കാനോ ആളുകളെയൊക്കെ മാറ്റിയെടുക്കാനോ എന്നുള്ള ഒരു പുതിയ വിപ്ലവ മൂവ്മെന്റ് ഒന്നും ആദ്യകാലത്ത് തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് ഒരു നൂറ്റാണ്ട് മുൻപ് ബാൾട്ടിമോറിൽ ആരംഭിച്ച വാഷിംഗ്ടോണിയൻ സമൂഹം, അവർ മദ്യാസക്തിക്ക് ഒരു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ആദ്യകാലത്ത് പരസ്പരം സഹായിക്കുന്ന മദ്യാസക്തർ മാത്രമായിരുന്നു ഈ സമൂഹത്തിലെ അംഗങ്ങൾ. ആദ്യകാല അംഗങ്ങൾ ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവർ അവരുടെ ഫെലോഷിപ്പിനായി സ്വയം സമർപ്പിച്ചു. പല കാര്യങ്ങളിലും വാഷിംഗ്ടോണിയൻസ് എക്കാരെ പോലെ ആയിരുന്നു. അവരുടെ അംഗസംഖ്യ 5 ലക്ഷം കടന്നു. അവർ ഒറ്റ ലക്ഷ്യത്തിൽ നിലകൊണ്ടിരുന്നെങ്കിൽ അവർക്ക് പൂർണ്ണ ഉത്തരം ലഭിക്കുമായിരുന്നു. പക്ഷെ വാഷിംഗ്ടോണിയൻസ്
രാഷ്ട്രീയക്കാരെയും പരിഷ്കർത്താക്കളെയും മദ്യാസക്തരല്ലാത്തവരെയും അവരുടെ ഉദ്ദേശങ്ങൾക്കായി സമൂഹത്തെ ഉപയോഗിക്കാനായിട്ട് വിട്ടു നൽകി. ഉദാഹരണത്തിന് അടിമത്ത നിർമ്മാർജ്ജനം അന്നത്തെ പ്രധാന വിഷയമായിരുന്നു. ഈ വിഷയത്തിൽ വാഷിംഗ്ടോണിയൻ വക്താക്കൾ പക്ഷപാതപരമായ പ്രഭാഷണങ്ങൾ നടത്തി. ഒരുപക്ഷെ മദ്യനിരോധന വിവാദത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും അമേരിക്കൻ ജനതയുടെ മദ്യപാനശീലങ്ങളെ പരിഷ്കരിക്കാൻ ശ്രമിച്ചത് അവർക്ക് വിനയായി തീർന്നു. ചിലരൊക്കെ തീവ്രവാദികളായ കുരിശു യുദ്ധക്കാരായി. വർഷങ്ങൾക്കുള്ളിൽ മദ്യാസക്തരെ സഹായിക്കാൻ കഴിയാത്തവരായി ആ സമൂഹം നശിച്ചു. വളരെ പ്രധാനപ്പെട്ട, നമുക്ക് എന്നും പഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒന്നായിരുന്നു വാഷിംഗ്ടോണിയൻസിന്റെ ചരിത്രം. അതിന്റെ സംഖ്യ കണക്കെടുക്കുകയാണെങ്കിൽ ബില്ല് എഴുതിയ 5 ലക്ഷം എന്നുള്ളതിന് പകരം ഒരു 6 ലക്ഷത്തോളം അംഗങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അവരെ കുറിച്ച് നടന്ന പഠനങ്ങളിൽ. 6 ലക്ഷത്തോളം പേര് അവരിൽ ഉണ്ടായിരുന്നു. 6 പേര് കൂടി ബാറിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. തങ്ങളുടെ പൊതുപ്രശ്നമായ മദ്യാസക്തിക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് പറയുന്ന ഗ്രൂപ്പ് തെറാപ്പി എന്ന ആശയത്തിൽ തന്നെയായിരുന്നു വാഷിംഗ്ടോണിയൻസ് നിന്ന്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മദ്യാസക്തരെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, പാപ്പരായ ആദർശവാദികളാണ് മദ്യാസക്തര്. മദ്യാസക്തര് അവർ ഈ ലോകത്തെ പരിഷ്കരിക്കാനായിട്ട് മുന്നിട്ടിറങ്ങും. അതിന് എനെ കൂട്ടുപിടിച്ചിറങ്ങുമ്പോൾ കുഴപ്പമുണ്ടാവും എക്കാരുമായിട്ട്. പലപ്പോഴും പറയാറുണ്ട്, വ്യക്തിപരമായ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് വ്യക്തിപരമായിരിക്കണം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സംഘടിതമായ രീതി കൊണ്ട് നിങ്ങൾ മറ്റു പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നതും ഈ പാരമ്പര്യം ശക്തമായി വരുന്നതിന്റെയും കാരണതാണ്. ഓരോ ആളുകളും എന്തുകൊണ്ട് അനോണമിറ്റി പാലിക്കണം, ഇതിലെല്ലാം നമ്മൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുന്നത്, ഇതെല്ലാം അതുകൊണ്ടാണ്. കാരണം വാഷിംഗ്ടോണിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം അങ്ങ് നന്നാക്കി കളയാം എന്ന് പറഞ്ഞ പോലെ മദ്യാസക്തരല്ലാത്ത ആൾക്കാരെയും സമൂഹത്തെ ഉപയോഗിക്കാനായിട്ട് അവർ വിട്ടു നൽകി. അവിടുത്തെ കുട്ടികളൊക്കെ മറ്റാളുകൾക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. മാത്രമല്ല, ഏറ്റവും പ്രധാനമായ വിവാദത്തിൽ അമേരിക്കയിലെ നിയമനിർമ്മാണ സഭയിൽ അധികാരം ചെലുത്താൻ കെൽപ്പുള്ളവരായിട്ട് ഈ ഒരു സംഘം മാറി. അമേരിക്കയെ മൊത്തത്തിൽ ഗ്രസിച്ച മദ്യനിരോധനം എന്ന് പറയുന്ന സംഭവം, മദ്യനിരോധനത്തെ പരിപൂർണമായിട്ട് അതിനെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു. പിന്നീട് നമ്മുടെ ബിൽ വിൽസനൊക്കെ മദ്യപിച്ചതിന്റെ കഥകൾ പറയാറുണ്ട്. ബില്ല് ആ കള്ളക്കടത്തിലൂടെ ഇന്ന് ആ കനാല് കടക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടുണ്ട്. ബില്ലിന്റെ ജീവിതത്തിൽ ബില്ല് എഴുതിയിട്ടുണ്ട്. ആ രീതിയിലെ കള്ളക്കടത്തിലൂടെ ആയിരുന്നു ബില്ലും കള്ളു കുടിച്ചിട്ടുണ്ട് ആ സമയത്ത് എന്ന് പറയാറുണ്ട്. അതേപോലെ ബോബാണെങ്കിൽ വാറ്റി കുടിച്ചു എന്ന് പറയാറുണ്ട് ഈ സമയത്ത്. അപ്പൊ കള്ളുടിയന്മാര് കള്ളു കുടിച്ചിട്ടുമുണ്ട്. ആവശ്യമില്ലാത്ത മദ്യനിരോധനം എന്ന് പറയുന്ന പ്രശ്നത്തിൽ പോയിട്ട് ഇടപെട്ടു. ആളുകളെ അങ്ങ് പരിഷ്കരിച്ച് കളയാം, എല്ലാവരും മദ്യം ഉപയോഗിക്കരുത് എന്നുള്ള സമൂഹത്തെ പരിഷ്കരിക്കാൻ പോയി, സമൂഹത്തെ നന്നാക്കാനായി പോയി. മദ്യാസക്തരല്ലാത്ത ആളുകളെ അംഗങ്ങളാക്കി അവരെ ഇതിൽ കയറ്റി ക്ലാസ് എടുത്ത് കളയാം. സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലേക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് മാറാം എന്നുള്ള കാര്യത്തിൽ അവരുടെ വാഷിംഗ്ടോണിയൻസിന്റെ പേരിൽ അവർ ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു. മാത്രമല്ല, അടിമത്തം എന്ന് പറയുന്ന സംഗതി അന്ന് വളരെ രൂക്ഷമായിട്ട് പബ്ലിക്കലി നടക്കുന്നുണ്ട്. അതിലിവര് കുറച്ചാളുകൾ ഈ വാഷിംഗ്ടോണിയൻസിന്റെ പേരിൽ തന്നെ പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, വ്യക്തിപരമായിട്ട് അംഗങ്ങൾ ഇടപെടുന്ന പോലെ ആയിരുന്നില്ല അത്. അവരവിടെ പോയിട്ട് കാര്യങ്ങൾ നടത്തുമ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന വിഭാഗവും എപ്പോഴും 2 വിഭാഗം ഉണ്ടാവും. 2 അല്ല, പല വിഭാഗങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, ഒരു കാര്യത്തിൽ എപ്പോഴും ഒരു അഭിപ്രായമല്ല മനുഷ്യർക്ക് ഉണ്ടാവുക. മറ്റു പല അഭിപ്രായമുള്ള മനുഷ്യരുണ്ടാവും. പലരും പല രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ തീർക്കുക. പ്രത്യേകിച്ച് മദ്യാസക്തരായതുകൊണ്ട് അവരുടെ പക നമ്മൾ ഈ പറയാറുണ്ട് എപ്പോഴും. പ്രോഗ്രാമിലല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ദേഷ്യവും നീരസങ്ങളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. നിസാരമായ ഒരാൾ നമ്മളോട് ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അയാളെ തകർക്കാൻ ഇറങ്ങുന്ന കിങ് ബേബി സ്വഭാവമുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള മദ്യാസക്തരുടെ ഇടയിൽ 2 തരം ഗ്രൂപ്പുകളായി, വലതുപക്ഷവും ഇടതുപക്ഷവും കൂടുതൽ ലിബറൽ ആശയങ്ങൾ കടന്നു വന്നു. ആരാ പരിഷ്കരണത്തിന്റെ ഒപ്പം നിൽക്കേണ്ട, ഇവർ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയായി അതിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് നടത്താൻ തുടങ്ങി ഇവര്. അവർക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, വാഷിംഗ്ടോണിയൻസിന്റെ ഉള്ളിൽ ആളുകൾ ഇങ്ങനെ തരംതിരിഞ്ഞ് മാറാൻ തുടങ്ങി. അവരെ എതിർക്കാൻ തുടങ്ങി. ഇതിൽ കുറച്ച് ആളുകൾ എന്തായി, അവരുടെ മതം കുരിശു യുദ്ധക്കാരായിക്കൊണ്ട് അവരുടെ മതത്തിലേക്ക് വന്നാലാണ് ക്രിസ്ത്യാനികളായിരിക്കണം, അല്ലെങ്കിൽ മതം മാറണം, യേശുവിന്റെ മാർഗത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പൊ അവർക്കെതിരെ വേറെ ഗ്രൂപ്പ് ഉണ്ടായി. അത്തരത്തിലേക്കുള്ള കുഴപ്പങ്ങൾ ആ ഫെലോഷിപ്പിനെ പതുക്കെ അവരങ്ങ് നശിച്ചുപോയി എന്നുള്ളതാണ്. ഒറ്റമായിട്ടല്ല, ഓരോ ഭാഗത്തുനിന്ന് അവരുടെ ഉള്ളിൽ നമ്മുടെ ഒന്നാമത്തെ പാരമ്പര്യമൊക്കെ പ്രസക്തമായി നിൽക്കുകയും
ബാക്കി മുഴുവൻ പാരമ്പര്യങ്ങളും നമ്മൾ ഐക്യത്തോടു കൂടി നിൽക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ഇടപെടില്ല, എന്ന നിലയിൽ അഭിപ്രായം പറയില്ല എന്നത് വാഷിംഗ്ടോണിയൻസിന്റെ പ്രധാന പാഠമാണ് നമ്മുടെ മുന്നിൽ. വാഷിംഗ്ടോണിൽ നിന്നുള്ള പാഠം ആൽക്കഹോളിക്സ് അനോണിമസിന് അവഗണിക്കാനാവില്ല. അവരുടെ നാശം കണ്ട നമ്മുടെ ആദ്യകാല അംഗങ്ങൾ നമ്മുടെ സമൂഹത്തെ പൊതു പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി. നമ്മൾ അന്നും ഇന്നും എന്നും നമ്മൾ പുലർത്തുന്ന ഒരു പരിപാടിയാണ് പൊതുവായ പ്രശ്നങ്ങൾ. ആൽക്കഹോളിക്സ് അനോണിമസിന് അതിൽ യാതൊരു അഭിപ്രായമില്ല. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് പറയണോ പറയാം, എയുടെ പേരിൽ അതിന് പ്രസ്താവന നടത്താനോ എയുടെ പേരിൽ കാര്യങ്ങൾ പറയാനോ. അതുകൊണ്ടാണ് അനോണിമിറ്റിക്കൊക്കെ ഇത്രയും നമ്മൾ പ്രാധാന്യം നൽകുന്നതിന്റെ കാരണം കൂടി. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി, പ്രശസ്തരായ വ്യക്തികൾ അവർ ചെയ്ത പ്രവർത്തികൾക്ക് ഉത്തരം പറയേണ്ട അവസ്ഥ വരും. എപ്പോഴും അങ്ങനെയാണല്ലോ, ആ സംഘടന ഉത്തരം പറയണം എന്നുള്ള രീതിയിലാണ് ആളുകൾ ആവശ്യപ്പെടുക. അപ്പോൾ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് മാറിക്കൊണ്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവും. അപ്പോൾ വാഷിംഗ്ടോണിയൻ എന്ന് പറയുന്ന ആ ഒരു ഫെലോഷിപ്പിന്റെ തകർച്ച നമുക്ക് വലിയ പാഠങ്ങളാണ്. ചരിത്രം എപ്പോഴും പറയുന്ന പോലെയാണ്, നമുക്ക് വലിയ പാഠങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഓരോ ചരിത്രവും. നമ്മുടെ മുന്നേ കടന്നുപോയ ആളുകളായിക്കോട്ടെ, നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവരുടെ വീഴ്ചകൾ നമുക്ക് റിലാപ്സ് ഉണ്ടാവണമെന്നില്ല, പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ. വീണ്ടും ഉണ്ടാകുന്ന കുടി എനിക്ക് മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ കുടി ഉണ്ടാകുമെന്ന് വീണ്ടും പോയി കുടിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുടിക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റും. അതേപോലെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിന് മുന്നേ ഉണ്ടായിരുന്ന മദ്യാസക്തി എന്ന് പറയുന്ന തങ്ങളുടെ പൊതു പ്രശ്നത്തിന് വേണ്ടി ഉണ്ടായ ടീമാണ് വാഷിംഗ്ടോണിയൻ. അവരാണ് ചിന്ന ഭിന്നമായി പോയി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് എന്തിലിടപെട്ടു എന്നുള്ളതല്ല, ഓരോ കാര്യങ്ങളിലും കുറച്ച് ആൾക്കാർക്ക് ശരിയെന്ന് തോന്നുന്നത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ബിഗ് ബുക്കിൽ എപ്പോഴും പറയാറുണ്ട് എല്ലാ വാദങ്ങൾക്കുമെതിരെ ഒരു വാദമുണ്ട് എന്ന് പറയുന്നതിന്റെ കാരണം. എല്ലാ മനുഷ്യർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ എല്ലാവരും ഒരേപോലെ യോജിച്ച് വരാറില്ല. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ പാരമ്പര്യം. ഗ്രൂപ്പ് കോൺഷ്യസിനെ നമ്മൾ അംഗീകരിക്കുന്നു, നമ്മൾ ആത്മീയമായ പാതയിലൂടെ മാറുന്നു. നമ്മൾ പടികളിലൂടെ കടന്നു പോവുകയും നമ്മളെ വിലയിരുത്തുകയും ചെയ്യുമ്പോഴേ നമുക്ക് പാരമ്പര്യം അനുഷ്ഠിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അപ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പിടിച്ച മുയലിനാണ് 3 കൊമ്പ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറും. നമ്മുടെ അഭിമാനബോധം അവിടെ കുഴപ്പമുണ്ടാവും. നമുക്കവിടെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. വ്യക്തികൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മുൻധാരണകൾ നമ്മൾ മാറ്റില്ല. നമുക്ക് തുറന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മുടെ മനസ്സടച്ചിട്ടുണ്ടാവും. കാരണം വ്യക്തിബന്ധിതമായി നമ്മൾ മാറുന്നത് നമ്മൾ തിരിച്ചറിയില്ല. പാരമ്പര്യങ്ങളെ മനസ്സിലാക്കാൻ പടികൾ നിന്നിരുക. അപ്പൊ നമുക്ക് ഒരു വ്യക്തികളോടും അത്യന്തികമായ ദേഷ്യം ഉണ്ടാവില്ല. അത് ആരും ആയിക്കോട്ടെ. എയുടെ രീതി അങ്ങനെയാണ്. അവിടെ അമിതമായിട്ടുള്ള പ്രീണനവും ഇല്ല, അമിതമായിട്ടുള്ള വെറുപ്പും ഇല്ല ആരോടും. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചരിത്രങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. ബില്ല് തുടർന്ന് എഴുതുകയാണ്, നാം എല്ലാം തന്നെ വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ളവരെ എതിർക്കുന്നതും ആക്രമിക്കുന്നതും ഒഴിവാക്കുക എന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ കൂട്ടായ്മയുടെ നിലനിൽപ്പിനായി നാം ബഹുദൂരം എതിർ ദിശയിൽ സഞ്ചരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് എക്കാരും മറ്റുള്ള ഗ്രൂപ്പുകളും പണം ഉണ്ടാക്കുന്നതിനായി എയുടെ പേര് ദുരുപയോഗം ചെയ്തു. വിവാദങ്ങളും പരസ്യങ്ങളും ഉയർത്തി വലുതാകും തോറും ഇത്തരം പ്രലോഭനങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നിയമപരമായി നമ്മുടെ വിലപ്പെട്ട പേര് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നി. അവിടെ നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ്. മദ്യാസക്തര് ഏതെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാവുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആരും അറിയില്ല. ഒരാൾ നല്ല നിലയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്ന ആളുകളല്ല നമ്മളെന്ന മദ്യാസക്തര്. വ്യക്തിപരമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊഴിച്ച് വേറൊരാളെ കുറിച്ച് നമ്മളോട് വേറൊരാളെ പുകഴ്ത്തി പറയുമ്പോൾ ഉടൻ നമ്മൾ എന്തെങ്കിലും അയാളെ കുറ്റം പറയും. നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരാളുടെ തകർച്ച, ഒരാൾ കുടിച്ചു എന്ന് കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഉത്സാഹമാണ്. അപ്പൊ പേര് പറയാണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ഒപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരാൾ കുടിച്ചു എന്ന് പറഞ്ഞാൽ ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുന്നേ എനിക്ക് മെസ്സേജ് വരും ആരാന്ന് ചോദിച്ചിട്ട്. അത്രയധികം ഇൻട്രസ്റ്റ് ആണ്. നല്ല കാര്യങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത് നമ്മുടെ പൊതു സ്വഭാവമാണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കുഴപ്പങ്ങൾ, മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ആ ഗോസിപ്പിങ്ങുകൾ, അവരറിയാനുള്ള ആഗ്രഹം മനുഷ്യന്റെ പരിണാമപരമായിട്ടുള്ള പ്രത്യേകതയാണത്. അതുകൊണ്ട് തന്നെയാണ് ബില്ല് പറഞ്ഞത് വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മുടെ പൊതു സ്വഭാവം വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്ന് അറിയുമ്പോൾ പടികളിലൂടെ നമ്മൾ പോകുമ്പോൾ എന്താണ്, നമ്മൾ മറ്റുള്ളവരെ എതിർക്കുന്നതും ആക്രമിക്കുന്നതും നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലത്. എൻ്റെ ബേസിക് സ്വഭാവം മറ്റുള്ളവരുമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക,
മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ 2-ന് 3 പറയുക, അതിന് മറുപടി പറയുക. ഇതാണ് എന്റെ കോമൺ സ്വഭാവം. അവിടെയാണ് പടികൾ എന്നിൽ പ്രവർത്തിക്കുക. അപ്പോ മദ്യാസക്തരായ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ പാരമ്പര്യം പാലിക്കണം എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി പടികളിലൂടെ പോയിരിക്കണം എന്ന് പറയാതെ ബില്ല് പറയുന്നുണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ നിലനിൽപ്പ്, കാരണം പൊതു നന്മയാണ്, കൂട്ടായ്മ മുന്നോട്ട് പോകണം, വ്യക്തിക്ക് പ്രാധാന്യമുണ്ടെന്ന് പറയുന്ന ഭാഗവും അവിടെയാണ്. വ്യക്തി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ പൊതുവായ നന്മ, ഫെല്ലോഷിപ്പ് ഉണ്ടായിരിക്കണം. മറ്റെന്തുണ്ടായിട്ട് കാര്യമില്ല. ഫെല്ലോഷിപ്പ് ഉണ്ടെങ്കിലേ ഞാനെന്ന വ്യക്തിക്ക് അവിടെ പ്രാധാന്യവും മറ്റ് പുറത്തിടങ്ങളിൽ പോലും എനിക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റൂ. എന്ന ഫെല്ലോഷിപ്പ് ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആ പൊതു നന്മയെ കരുതിക്കൊണ്ട് എന്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങളുടെ വിപരീതത്തിലേക്ക് പോകണം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളെ കുറിച്ചും അവിടെ പറയാറ് ആഗ്രഹങ്ങളുടെ വിപരീതത്തിലേക്ക് പോകണം എന്നാ പറഞ്ഞിട്ട്, ബഹുദൂരം എതിർ ദിശയിലേക്ക് പോകണം. അവിടെ കുറെ ഏക്കാരും കുറെ ഗ്രൂപ്പുകളും പണം ഉണ്ടാക്കാനായിട്ട് എയുടെ പേരൊക്കെ ദുരുപയോഗം ചെയ്തത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. അത് തുടങ്ങിയ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല പരസ്യങ്ങളും ഉണ്ടായിട്ട്. വലുതാകും തോറും അന്നത്തെ കാലത്തുള്ള വലുതാവലെന്ന് പറഞ്ഞാൽ നിസാരമായ 2-3 പേരിൽ നിന്ന് കുറച്ച് 10 പേരാകുമ്പോഴേക്കും തന്നെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, വിവാദങ്ങൾ ഉണ്ടായി, കുഴപ്പങ്ങൾ ഉണ്ടായി, കുറെ ആളുകൾ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പല ആളുകളും സമ്മാനം മേടിക്കുന്നുണ്ട്, പല ആളുകളും മോശമായ രീതിയിൽ 12-ാം പടിയിലെത്തുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട് പറഞ്ഞു. തുടക്കകാലത്തൊക്കെ അമേരിക്കയിലൊക്കെ വളരെ വ്യാപകമായിട്ട് തന്നെ സ്ത്രീകൾ എത്തിപ്പെട്ടിരുന്നു. അവിടെയൊക്കെ പുരോഗമനമുള്ള നാടുകളായതുകൊണ്ട് തന്നെ അവിടെ പറയാൻ മടിയില്ല. അപ്പൊ നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ചോദിച്ച പോലെ ഉണ്ട്, ഒരു സ്ത്രീ കുടിച്ചു വന്നു എന്നറിയുമ്പോൾ ആ സ്ത്രീയെ കാണുന്ന വിധവും പുരുഷനെ കാണുന്ന വിധവും വേറെ രീതിയിലാണ് നമ്മുടെ സമൂഹം ഇന്നും എന്നാലോചിക്കണം നമ്മൾ. അവിടെയാണ് അമേരിക്കയിൽ ആ കാലങ്ങളിൽ എത്രയോ സ്ത്രീകൾ വരുമായിരുന്നു. അപ്പൊ ആ സ്ത്രീകളെയൊക്കെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾ അന്നുണ്ടായിരുന്നു. ഇതൊന്നും നമ്മളില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. തുടക്കം മുതൽ തന്നെ അത്തരം പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ പൊതു നന്മയെ കരുതുന്ന ബാക്കി ഉള്ള അംഗങ്ങൾ, എന്റെ ഫെല്ലോഷിപ്പ് എന്ന് പറയുന്ന ഓരോ അംഗവും, എന്റെ ഈ ഫെല്ലോഷിപ്പ് എനിക്ക് നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്, ഇതിനെ ഞാൻ നിലനിർത്തണം, ഞാൻ എന്താണ് ചെയ്യുക? അപ്പോൾ ഇത് സാധ്യമാക്കുന്നതിനായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ഉൾപ്പെടുത്തുന്നതിനായിട്ട് ട്രസ്റ്റിമാർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പല രീതിയിൽ അത് സങ്കീർണമായ, മെനക്കെട്ട, വളരെയധികം പ്രശ്നങ്ങളുള്ള രീതിയിലേക്ക് മാറി. അത് സാങ്കേതികതയിൽ ഒതുങ്ങി നിന്നു, ചുവപ്പ് നാട കടന്നു വന്നു. എല്ലാ സ്ഥലത്തുമുള്ള എയുടെ പേര് എങ്ങനെ കൊടുക്കണം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകൾ, ട്രസ്റ്റിമാർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. പക്ഷെ അത് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചർച്ച എത്തിയില്ല. ഇനി മിസ്റ്റർ ആൻഡ് മിസിസ് അനോണിമസ് എന്ന പേരിൽ ഒരു തിരക്കഥയുമായിട്ട് ഒരു പ്രമുഖ സിനിമാ നിർമ്മാതാവ് രംഗത്തെത്തിയതോടെ പ്രശ്നം ഒരു പൊട്ടിത്തെറിയോടെ പുനർജനിച്ചു. കുറിച്ചുള്ള വർണ്ണന അസന്തുലിതവും മോശവുമായിരുന്നു. പേര് മാറ്റാൻ സമ്മതിച്ചെങ്കിലും തിരക്കഥയിൽ കാര്യമായ മാറ്റം വരുത്താൻ കമ്മിറ്റി തയ്യാറായില്ല. നമുക്ക് എന്ത് ചെയ്യാനാകും? അവിടെ അടുത്ത വിവാദം കടന്നു വരുന്നു. മിസ്റ്റർ ആൻഡ് മിസിസ് അനോണിമസ് എന്ന പേരിൽ ഒരു സിനിമാ നിർമ്മാതാവ് വന്നു. വേറെ ആളുകളുടെ ജീവിതമാണ്. അതില് എനെ കുറിച്ച് വളരെ മോശമായ എയുടെ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ അതിൽ നിൽക്കുന്ന രീതിയിലല്ല എനെ അവർ കാണിച്ചിട്ടുള്ളത്. ശക്തമായ രീതിയിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി. ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കറിയാം, ജാക്ക് അലക്സാണ്ടറുടെ ലേഖനമൊക്കെ കൊടുക്കുമ്പോൾ ബില്ല് എത്ര തവണ ഗ്രഹപാഠം ചെയ്തിട്ടുണ്ട്. ജാക്ക് അലക്സാണ്ടറെ തന്നെ മാസങ്ങളോളം ഓരോ ഗ്രൂപ്പുകളിലേക്കും ഇറക്കി വിട്ടിട്ടാ നമ്മൾ വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പബ്ലിക് ഇൻഫർമേഷന്റെ ഒക്കെ പാംലെറ്റില്, പബ്ലിക് ഇൻഫർമേഷൻ വർക്ക് ബുക്കിലും എല്ലാ സ്ഥലത്തും ബില്ല് എഴുതാറുണ്ട്. എന്താണ് യഥാർത്ഥ വാർത്ത, എങ്ങനെയായിരിക്കണം നമ്മൾ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മൾ പ്രസ്സുമായി ബന്ധപ്പെടേണ്ടത്. നമ്മൾ ആലോചിക്കണം. ഇത്രയൊന്നും അംഗസംഖ്യ ഇല്ലാതിരുന്ന കാലത്തും നമ്മൾ പുലർത്തിയിരുന്ന ജാഗ്രത ഉണ്ട്. അതും ജാക്ക് അലക്സാണ്ടറിന്റെ ഒക്കെ ആ ഒരു സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് എന്ന് പറയുന്ന പത്രം അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കുമ്പോഴാണ് ബില്ല് ചില കാര്യങ്ങൾക്ക് വാശി പിടിച്ചവിടെ വരികയാണെങ്കിൽ അത് നല്ല രീതിയിലായിരിക്കണം എന്നാണ്. ആ നല്ല രീതിയാണ് കുത്തൊഴുക്ക് പോലെ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് അംഗങ്ങൾ വരാൻ ആരംഭിച്ചത്. അപ്പൊ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും വഴിപാട് പോലെ ചെയ്യാതെ അത് കൃത്യതയോടുകൂടി എന്റെ ജീവൻ രക്ഷിച്ച ഫെല്ലോഷിപ്പിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന ഭാവന ആണെങ്കിൽ ആ രീതിയിലാണ് നമ്മുടെ പഴമക്കാരായ മനുഷ്യർ, ബിൽ വിൽസൺ അടക്കം ഓരോ മനുഷ്യരും ഈ ഫെല്ലോഷിപ്പിൽ കാത്തു സൂക്ഷിച്ചതെന്നുള്ളതാണ്. അപ്പോ
ഈ ഒരു സിനിമയുടെ കഥ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിനെ മൊത്തത്തിൽ നാശകോശമാക്കുന്നതാണ്. ഇത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എയെ കുറിച്ച് തെറ്റായ സന്ദേശങ്ങൾ അവിടെ വരും എന്ന് വന്നു. അങ്ങനെ എയുടെ പേര് ദുരുപയോഗം ചെയ്തതിന് കമ്പനിക്കെതിരെ നിരോധന ഉത്തരവ് നേരിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിയമ നടപടികൾ നമ്മൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ കമ്പനിയെ പ്രേരിപ്പിച്ചു. അല്ലാത്ത പക്ഷം എയുടെ തത്വങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനും വിവാദങ്ങൾക്ക് ചെന്നുപെടാനും നമുക്ക് ഇടവന്നേനെ. ഞങ്ങൾ ആവേശഭരിതരായി. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേര് ദുരുപയോഗം ചെയ്തതിന് കമ്പനിക്ക് നിരോധനമായ ഉത്തരവ് കൊടുക്കാനായിട്ട് നമ്മൾ ചെല്ലുകയാണ്. അവിടെയാണ് ഈ ചരിത്ര സംഭവത്തിന് ശേഷം നമ്മുടെ ബെർണാഡ് സ്മിത്ത് ഒരു പുതിയ ആശയവുമായിട്ട് വന്നു. ഒരു വക്കീൽ എന്ന നിലയിൽ പ്രതിനിധി സംബന്ധമായ ഒരു പ്രമാണം ആൽക്കഹോളിക്സ് അനോണിമസിന് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും. ഈ നയം എയുടെ പേര് എവിടെയും സംരക്ഷിക്കുന്നു പറഞ്ഞു. ഇത് നമ്മളെ റെഡ് ക്രോസ് പോലെയുള്ള മറ്റനേകം സ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തും. എയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നത് സംരക്ഷിക്കും. അങ്ങനെയാണ് ബെർണാഡ് സ്മിത്തിന്റെ ഒരു പുതിയ ആശയവുമായിട്ട് നമ്മുടെ ബെർണാഡ് സ്മിത്ത് നമ്മുടെ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളിവിടെ വ്യക്തിപരമായ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പുതിയൊരു ആശയം വന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിനെ ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇത്തരം പ്രമാണങ്ങൾ എയുടെ ദുരുപയോഗം ചെയ്യാനുള്ള ആരുടെയും ശ്രമങ്ങളെ തടയുമെന്ന് നമ്മൾ കരുതി. ഇത്തരത്തിൽ ഘനമുള്ള നിയമത്തിന്റെ വടി ആരെങ്കിലും ഈ നിയമത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ ഉപയോഗിക്കാൻ നമ്മുടെ ജനറൽ സർവീസ് ഓഫീസ് തയ്യാറാകുന്നത് പോലെ തോന്നി. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ മനസാക്ഷി മറ്റൊന്നായിരുന്നു. ജീവിത രീതിയെ ഇത്തരത്തിൽ നിയമപരമായി സംഘടിപ്പിക്കുന്നതിന്റെ വിഡ്ഢിത്തം കോൺഫറൻസ് ചൂണ്ടിക്കാട്ടി. പ്രകോപനം എന്തു തന്നെയാണെങ്കിലും നിയമം കൊണ്ട് ആരെ വേണമെങ്കിലും ആക്രമിക്കാം. ശുദ്ധമായ നിയന്ത്രണം കൊണ്ട് മാത്രം നാം തൃപ്തിപ്പെടാനിടയില്ല. പ്രകോപനങ്ങളെ തുടർന്ന് നാം പൊതു താൽപര്യ ഹർജി നൽകാൻ നിർബന്ധിതരാകും. അതുവഴി നമ്മൾ വിവാദങ്ങളിലേക്ക് ചെന്നുപെടും. ഒരു യുദ്ധ തന്ത്രം നിർമ്മിച്ച് നമുക്ക് ഒരിക്കലും യുദ്ധം ചെയ്യാനാകില്ല എന്ന ധാരണയിൽ നമ്മൾ യുദ്ധത്തിന് തയ്യാറാകുന്ന ആയുധം വീട്ടിൽ സൂക്ഷിക്കുന്നതിന് തുല്യമാണത്. ഒരു സംഘടനയല്ല എന്ന് നമ്മൾ പാരമ്പര്യങ്ങളിൽ പറയുകയും സംഘടനാ തലത്തിൽ നിയമനിർമ്മാണവുമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നിയമപരമായ ചോദ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും വിവാദങ്ങളുടെയും നാം മറക്കേണ്ടതാണ് എന്ന് കോൺഫറൻസ് കണ്ടെത്തി. ഗ്രൂപ്പിലും പൊതുജന അഭിപ്രായത്തിലുമാണ് നമ്മുടെ പരമമായ സുരക്ഷിതത്വം. വളരെ ചരിത്ര പ്രസിദ്ധമായ തീരുമാനം നടന്ന സമയമാണത്. കാരണം ബെർണാഡ് സ്മിത്തിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് സമൂഹത്തിൽ വമ്പൻ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള റോക്ക്ഫെല്ലർ അടക്കമുള്ള ആളുകളുമായിട്ടൊക്കെ നമുക്ക് വളരെ ബന്ധം. കുറേ ആളുകൾ നോൺ ആൽക്കഹോളിക്കായ ആളുകൾ എയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എയുടെ പേരിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളിൽ ഏർപ്പെടാം, പല പ്രശ്നങ്ങളിലും ചെയ്യാം. എയുടെ പേര് ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ കേസിൽ കൊടുക്കാൻ പറ്റും. നമുക്കാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ നിയമ നടപടികൾക്ക് പോകാറില്ല. ഈ കേസ് കൊടുക്കുക എന്നത് വലിയ കാര്യമൊന്നുമില്ല. അനങ്ങിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അവര് വിചാരിക്കുന്നത് അവർ ഈ പറയും, നമ്മൾ പറയില്ല പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെയുള്ള ആളുകൾ. തിരിച്ച് ആളുകൾ പ്രതികരിക്കാത്തതിന്റെ കാരണം എയുടെ ആത്മീയത ഈ ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാ. ആൽക്കഹോളിക്സ് അനോണിമസ് ഈ പാഠം പഠിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ ചരിത്രപ്രസിദ്ധമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ബെർണാഡ് സ്മിത്ത് അദ്ദേഹം പുറത്ത് മദ്യാസക്തനല്ലാത്ത എയുടെ ട്രസ്റ്റിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു തരാം, ഇതിന് പ്രത്യേക നിയമം ഉണ്ടാക്കാം, എയുടെ പേര് ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ നമുക്ക് നിയമത്തിന്റെ കർശനമായ ദണ്ഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താനായി പറ്റുമെന്ന് പറഞ്ഞു. റെഡ് ക്രോസിനെ പോലെയുള്ള സംഘടനകളുടെ സ്ഥാനത്തിൽ പെടുത്തും. വളരെയധികം സംരക്ഷിക്കപ്പെടും എയുടെ പേര്. എനെ അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജനറൽ സർവീസ് ഓഫീസും മദ്യാസക്തരും ഭയങ്കര ആവേശത്തിലായി. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും കേസ് വരിക, ഒരാളെ അങ്ങ് കൊടുക്കുക, ഒരു കുഴപ്പമുണ്ടാവുക, ഇതൊക്കെ വലിയ സംഭവമായിട്ട് നമ്മൾ കരുതും. പക്ഷേ ഉണ്ടല്ലോ, അവിടെയാണ് എയുടെ രണ്ടാം പാരമ്പര്യത്തിന്റെ പ്രസക്തി കിടക്കുന്നത്. എത്ര വില്യന്റെ ജീവിതത്തിലായിക്കോട്ടെ, സുപ്രധാനമായ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തീരുമാനങ്ങളിലായിക്കോട്ടെ, രണ്ടാം പാരമ്പര്യം വലിയൊരു സംഭവമായിരുന്നു. അവിടെ ഒരാളുടെ ഈഗോയും നടന്നിട്ടില്ല.
ഒരാളും വാശി പിടിച്ച പോലെ. അതായിരുന്നു യഥാർത്ഥത്. നല്ലത് മികച്ചതിന്റെ ശത്രുവാണ് എന്ന രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ നമ്മുടെ മാത്രം താല്പര്യം, കേസ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുക, എതിർത്ത് നിൽക്കുന്നവരെ നിശ്ശേഷം ചെയ്യുക എന്ന് പറയുന്ന പഴയ കാടൻ രീതികളല്ല. ഒരു തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ കൊടുക്കുക, ബാറിൽ പോയിരുന്നാ പോരെ, എന്തിനാ ഏല് നിൽക്കുന്ന? ഈ രീതിയിൽ മറുപടി പറയാനാണെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട്, ആൽക്കഹോളിക്സ് അനോണിമസ് ആത്മീയമായ പദ്ധതിയാണ്. ഇവിടെ എങ്ങനെയാണ് ഞാൻ മറുപടി കൊടുക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് ഞാൻ അതിനെ നേരിടേണ്ടത്? ഓരോ അംഗവും അവരുടെ മനസാക്ഷിയോട് ചോദിച്ചു, ഞങ്ങൾ യുദ്ധം ചെയ്യണോ? ഇവിടെ മദ്യത്തോട് പോലും പോരാടുന്നില്ല എന്ന് 11ാമത്തെ പടിയിൽ നമ്മൾ പറയുന്നു. മദ്യത്തോട് പോലുമുള്ള പോരാട്ടം നമ്മൾ നിർത്തിയിരിക്കുന്നു. അവിടെയാണ് ഏടെ മനസാക്ഷി. മറ്റ് ഗ്രൂപ്പുകൾ ജനറൽ സർവീസിലെ, പൊതുവെ ജനറൽ സർവീസ് ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്ന ആളുകൾ ഏടെ നോൺ ട്രസ്റ്റിമാര് ഒരു പരിധിവരെ ബില്ലിനെ വരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഈ തീരുമാനം കടന്നു വരികയാണ്. കാരണം ഭൂരിപക്ഷത്തിന്റെ തീരുമാനം, അല്ലെങ്കിൽ ആളുകൾ പൊതുവെ അഭിപ്രായപ്പെടുന്ന അതാവുമ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നു. അവിടെ പക്ഷെ മാറ്റം ഉണ്ടായി. ജനറൽ സർവീസ് കോൺഫറൻസ് നടന്നപ്പോൾ, സർവീസ് കോൺഫറൻസ് ആണ് പരമാധികാരി വരുന്നത്, അല്ലാതെ തീരുമാനം എടുക്കാൻ പറ്റില്ല. അവിടെ പറഞ്ഞു, പ്രകോപനം എന്തു തന്നെ ആയിക്കോട്ടെ, ഏത് രീതിയിലായിക്കോട്ടെ, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന നമ്മുടെ ആത്മീയ ഫെലോഷിപ്പിനെതിരെ നമ്മളിവിടെ സംഘടിത പ്രസ്ഥാനമല്ല എന്നൊരു സൈഡ് പറയാ. എന്നിട്ട് നമ്മളിവിടെ സംഘടിത പ്രസ്ഥാനം, വാഷിംഗ്ടോണിയൻ അവിടെ ഉണ്ട്. നമ്മുടെ ശ്രദ്ധ മാറും. ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, പൊതുവിവാദങ്ങളുടെ പുറകിൽ നമ്മൾ നിൽക്കുമ്പോ നമ്മളിവിടെ മറ്റൊരു മദ്യാസക്തന് സന്ദേശം കൊടുക്കുവോ? നമ്മുടെ ഇവിടെ ഏടെ സന്ദേശം പുറത്തു പോകാൻ വേണ്ടിയിട്ട് നല്ല ആളുകൾ, മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ കിട്ടുന്ന ഒരു പരിപാടി ഇവിടെ നടന്നപ്പോ, ആ പരിപാടിയിൽ അനോണിമിറ്റി ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് ഒരാൾ സംസാരിച്ചു. മറ്റുള്ള ആളുകൾക്ക് പൊതുവിവാദങ്ങളിൽ നമുക്ക് ശ്രദ്ധയാണ്. 5ാമത്തെ പാരമ്പര്യം പറയുന്ന പോലെ നമ്മുടെ വെൽഫെയർ എവിടെ പോയി? നമ്മൾ എവിടെ നിന്നു? എന്താണ് നമ്മുടെ ഫെലോഷിപ്പിന്റെ ഉദ്ദേശം? ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കലാണോ? മദ്യാസക്തർക്ക് സന്ദേശം കൊടുക്കുക. എത്ര നന്നായിട്ട് പബ്ലിക് ഇൻഫർമേഷൻ പരിപാടി നടത്താം. 3.5 കോടി ജനങ്ങളിൽ 1000 പേര് പോലും തികച്ചില്ല നമ്മള്. ആ വേളയിലാണ് നമ്മുടെ ശ്രദ്ധ എവിടെ പോയി നമ്മൾ ആലോചിച്ചാൽ മതി. സ്വയം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര മദ്യാസക്തർക്ക് സന്ദേശം കൊടുക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ എവിടെയായിരുന്നു? നമ്മുടെ സമയം എവിടെയായിരുന്നു? നമ്മുടെ ചിന്തകൾ എവിടെയായിരുന്നു? എത്ര സമയത്തെ നമ്മൾ, വിലപ്പെട്ട സമയത്തെ നമ്മൾ വേസ്റ്റ് ചെയ്തു. കുടിച്ചിട്ട് എത്രയോ സമയം പോയവരാ നമ്മള്. പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നുള്ള മാറ്റം, അത് നമ്മുടെ പാരമ്പര്യങ്ങളിൽ നമ്മുടെ പഴമക്കാരായ മനുഷ്യർ, കടന്നുപോയ ഓരോ മനുഷ്യരും ഈ ഫെലോഷിപ്പിനെ ആ രീതിയിൽ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. പ്രകോപനങ്ങൾ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അത്തരം പൊതു താല്പര്യ ഹർജികൾ കൊടുക്കുക, സംഘടിതമായ പ്രസ്ഥാനമാകുക, മറ്റുള്ളവരെ വിധിക്കാൻ തയ്യാറാവുക, നമ്മൾ ഗ്രൂപ്പ് തിരിയുക. എവിടെയാണ് നമ്മുടെ വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും തെരുവിൽ കിടക്കുന്ന, കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടാത്ത മദ്യാസക്തന് സന്ദേശം കൊടുക്കാൻ എങ്ങനെ സാധിക്കും? നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല. നമ്മൾ ആയുധം ഉണ്ടാക്കി വെച്ചിട്ട്, പലപ്പോഴും നമ്മൾ ഒരു ആയുധം വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് പറയുകയാണ് നമ്മുടെ പ്രതിരോധത്തിനാണെന്ന് പറഞ്ഞാൽ, പ്രകോപനം ഉണ്ടാകുമ്പോൾ നമ്മൾ ആയുധം എടുത്ത് പെരുമാറും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം പരിപാടികൾ ചെയ്യേണ്ട. യുദ്ധം യന്ത്രം അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള ഉപകരണം, ആയുധം വീട്ടിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും, നമ്മൾ അത്തരം ഒരു പരിപാടിയിലേക്ക് നിൽക്കണ്ട എന്നുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അന്നത്തെ ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഗ്രൂപ്പ് മനസാക്ഷി തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ പാരമ്പര്യങ്ങളിൽ പറഞ്ഞു നമ്മളൊരു സംഘടനയല്ല. അപ്പൊ നമ്മളെന്താണ്? നമ്മളൊരു സംഘടനാ തലത്തിലുള്ള നിയമനിർമ്മാണം നടത്തേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വിവാദങ്ങളിൽ പെടും. നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ മാത്രമല്ല ഈ ലോകത്തിലുള്ളത്. വളരെ നിസ്സാരരായ മനുഷ്യരാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമുക്ക് അന്ന് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല. വൈകാരികമായിട്ട് ഒരാളുടെ നോക്കോ വാക്കോ തെറ്റിയാ പ്രശ്നമാകുന്നവനായി കൂടിയൻ. ലോകത്തെ ഇങ്ങനെ മാറ്റിമറിച്ച് കളയാന്ന് പറഞ്ഞ് പോയിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാവും. നമ്മുടെ പേര്, നമ്മുടെ പ്രാഥമിക ഉദ്ദേശം നടക്കും. നമുക്ക് നേരെ ഉണ്ടാവില്ല ഈ വിവാദങ്ങളും കേസുകളും നടത്താൻ ആള് പോണം. അതിന്റെ പേരിൽ പ്രശ്നമാവും. നാട്ടിൽ ഈ അടി കേസൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെയാ, ആദ്യം അടിക്കാൻ എല്ലാവരും ഉണ്ടാവും. ആഘോഷങ്ങൾ നടക്കുമ്പോഴേ അടി കഴിഞ്ഞ് ഈ കേസ് 10 വർഷം നീളുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവില്ല, ആവേശം നിൽക്കും, സംഘടന ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെയാണ് ഇത്. നമ്മൾ പഴമക്കാരായ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏയുടെ പേരിൽ കേസ് കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ആവേശമൊക്കെ തീരുവേ. ഈ ആവേശം എന്ന് പറയുന്നത് പൊതുവെ മദ്യാസക്തർക്ക് കൂടുതലാണ്. നീണ്ടു നിൽക്കുന്ന ആവേശം ഉണ്ടാവില്ല. ഗ്രൂപ്പുകൾ തുടങ്ങുന്നതായിക്കോട്ടെ, ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിക്കോട്ടെ, ഓരോ മനുഷ്യരും ഓരോ തരത്തിലാണ് നമ്മളൊക്കെ. അത് നമ്മുടെ പഴമക്കാരായ മനുഷ്യർ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ ഫെലോഷിപ്പ് നിലനിൽക്കുന്നതിന്റെ കാരണം. നിയമപരമായ ചോദ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും വിവാദങ്ങളെല്ലാം നമ്മൾ മറക്കേണ്ടതുണ്ട്. കോൺഫറൻസ് ആ രീതിയിലാണ് തീരുമാനമെടുത്തത്. നമ്മളവിടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനം,
ഗ്രൂപ്പുകളെ നന്നായി നടത്തുക. ഗ്രൂപ്പ് എന്താ പറയണേ, ഗ്രൂപ്പിലെ ഓരോ മനുഷ്യർക്കും ശക്തമാക്കുക, 12ാം പടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എത്തിപ്പെടുക. പൊതുജനങ്ങളുടെ അഭിപ്രായം ഉണ്ടാവണം നമ്മളെക്കുറിച്ച്. നമ്മൾ മാറ്റം വന്ന ആളുകളാണ്. അതല്ലാതെ നമ്മളൊരു പരിപാടിയിൽ പോയി നിന്നിട്ട് ആ പരിപാടിയിൽ നമ്മുടെ സംസാരം കേട്ടിട്ട് ഒരു സെലിബ്രിറ്റി ചോദിച്ചു നമ്മുടെ ഒരു അംഗത്തിനോട്, നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ കുടിച്ച കാലത്തിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇതാണോ പൊതുജന അഭിപ്രായം നമ്മൾ രൂപീകരിക്കുക? നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രതിനിധികളായിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ ഭാഗങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ അവിടെ എളിമ എന്താണെന്ന് നമ്മൾ കാണിക്കണം. നമ്മളവിടെ വാഗ്വാദത്തിന് നിന്ന് കഴിഞ്ഞാൽ എയുടെ പേരാണ് അവിടെ പുറത്തു പോവുക. ഒരു സ്ഥലത്തേക്ക് എൻ്റെ പഴമക്കാരൻ അവിടെ നാട്ടിൽ പറഞ്ഞത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂൾ തരാത്ത ദേഷ്യത്തിന് എൻ്റെ സ്വഭാവത്തിൽ അയാൾക്കൊരു പാഠം പഠിപ്പിക്കണം, അയാളുടെ മുകളിലുള്ള MLA വിളിക്കണം എന്നായിരുന്നു. സർക്കാർ സ്കൂളിന്റെ നിയമം എനിക്കൊന്നും അറിയില്ല നാട്ടിൽ പോയ സമയത്ത്. കാരണം എക്ക് സ്കൂൾ തന്നില്ല എന്നുള്ള ആവേശമാണ് എന്നോട് പറഞ്ഞു, പഴമക്കാരൻ പറഞ്ഞു, പൊട്ടിക്ക് അടങ്ങാൻ പറഞ്ഞു. അവിടെ എയുടെ പരിപാടിക്ക് നിന്റെ ആവേശമൊക്കെ അവിടെ വെച്ചു പറഞ്ഞു, അതൊക്കെ അവിടെ വന്ന് നിന്നോട്ടെ, ആളുകളെയൊക്കെ അവിടെ നിർത്തിക്കോ പറഞ്ഞു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനമാണിത്. നീ അവിടെ നടത്തുന്ന ഓരോ ആവേശവും, നീ കാണിക്കുന്ന എക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന മുഴുവൻ കാര്യവും നീ എയോട് കാണിക്കുന്ന നന്ദികേടാവും എന്ന് പറഞ്ഞു. ആ പ്രധാന അധ്യാപകൻ ആ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപകനോട് എത്ര നല്ല നിർദ്ദേശമായിരുന്നു അറിയാം പഴമക്കാരന്റെ. അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എത്ര മോശമായിരുന്നു. കാരണം എൻ്റെ ഈഗോ അങ്ങ് ബൂസ്റ്റായിട്ടേ എനിക്ക് അയാൾക്ക് മറുപടി കൊടുക്കണമെന്ന വാശി അവിടെ നിൽക്കുക. എന്തോ ആ പഴമക്കാരനെ വിളിക്കാൻ തോന്നിയതും ആ പഴമക്കാരൻ പറഞ്ഞത് കേൾക്കാൻ തോന്നിയതും. കാരണം ആണ് അവിടെ മോശമാവും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിന്റെ നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇതാണ് എന്നുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുടിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അവിടെ തല്ലുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ അവർ വിലയിരുത്തും? മാത്രമല്ല, ഏതെങ്കിലും ഒരാളെ നാളെ അയാൾ തരുമോ? എത്രയോ തവണ ഇപ്പം അയാൾ പോകുന്ന പല സ്ഥലങ്ങളിലും ആൽക്കഹോളിക്സ് അനോണിമസിനെ അയാൾ പരിചയപ്പെടുത്താൻ തുടങ്ങി. അവിടെ ഒന്നും മിണ്ടാതെ നമുക്ക് അവിടുന്ന് പോരേണ്ടി വന്നു. അവിടെ നമ്മുടെ തോൽവിയല്ല, കാരണം ഫെലോഷിപ്പിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടാവും എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയമാണ് എന്ന് നമ്മുടെ ഈ പാരമ്പര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകൾ, അല്ലെങ്കിൽ ബിൽ വിൽസൺ അടക്കമുള്ള പഴമക്കാർ, ബില്ലിന്റെയൊക്കെ ജീവിതത്തിൽ അയാളുടെ വ്യക്തിപരമായ രീതികൾ എന്താന്നുള്ളതല്ല. ബില്ലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളും ആൽക്കഹോളിക്സ് പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ട് വലിയ മാറ്റങ്ങൾ വരുത്തിയ മനുഷ്യനായിരുന്നു. അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പല ത്യാഗങ്ങളും അയാൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അയാൾ ചെയ്ത തെറ്റുകളും കാര്യങ്ങളും തുറന്നു പറയാൻ ഒരു മടിയുണ്ടായിരുന്ന മനുഷ്യനായിരുന്നില്ല. അയാളുടെ പ്രവർത്തികളുടെ ആന്തരികമായ ഫലം എന്താണെന്നുള്ളതാണ് എപ്പോഴും പുള്ളി പറയാറുണ്ട്. നിങ്ങൾ തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റുകളെ വെച്ച് ന്യായീകരിക്കാനാകരുത് എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ രോഗത്തെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഞാൻ രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ന്യായീകരണമാകരുത് എന്ന് പറഞ്ഞ ആൾ ബിൽ വിൽസനാണ്. അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ ഓരോ കാര്യവും, ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ പാഠങ്ങളും, നമ്മൾ ബില്ലൊക്കെ സ്വന്തം വ്യക്തിപരമായ പല നേട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നിടത്തും അത് വേണ്ട എന്ന് തൻ്റെ ഗ്രൂപ്പിന്റെ അംഗങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ട് വന്ന ആളുകളാണ്. അതിന്റെ തുടർച്ചയാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന, നമ്മൾ പറയും പണ്ട് അവർ കൊണ്ട വെയിലാണ് നമുക്ക് ഇന്നുള്ള തണൽ എന്ന് പറയാറുണ്ട്. നമ്മുടെ ഫെലോഷിപ്പിന് ആ രീതിയിൽ അന്നുണ്ടായിരുന്ന മുഴുവൻ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിവാദങ്ങളിലൊക്കെ പൊട്ടിയൊലിച്ചു പോയിട്ട് വാഷിംഗ്ടോണിയൻസിനെയൊക്കെ പോലെ പൊതുവിവാദങ്ങളിൽ പെട്ടില്ലാണ്ടാകുന്ന ഫെലോഷിപ്പ് ഒരു വലിയ മാതൃക കാണിച്ചു. അന്ന് ബില്ലടക്കമുള്ള ആളുകൾ എടുത്ത മാതൃകയാണ് പിന്നീട് 13ാം പടിയുടെ ബില്യൺ കണക്കിന് ആളുകൾ അല്ലെങ്കിൽ മില്യൺ കണക്കിന് ആളുകളിലേക്ക് എത്തിയ വീഡിയോകൾ ഉണ്ടായപ്പോൾ നമ്മളവിടെ അടുത്ത പാംലെറ്റ് ഇറക്കി. അവിടെ സേഫ്റ്റി ഇൻ എങ്ങനെയായിരിക്കണം, പുതുതായിട്ട് വരുന്ന അംഗങ്ങളോടുള്ള നിലപാട്, സ്ത്രീകളോട് എങ്ങനെയായിരിക്കണം, ആ കാര്യത്തിലാണ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി. വിവാദം അവിടെ നടന്നോട്ടെ എന്ന് പറഞ്ഞു. ഒരു അംഗത്തിനോടും നമുക്ക് അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജനറൽ സർവീസ് കോൺഫറൻസിന്റെ ഗ്രൂപ്പ് മനസാക്ഷി തീരുമാനിച്ചു, ഒരാളും പരസ്യമായിട്ട് ഇതിൽ പ്രതികരിക്കരുത്. അംഗങ്ങൾ എന്ന നിലയ്ക്ക് എവിടെയും പറഞ്ഞില്ല. അതിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിൽ യാതൊരു അഭിപ്രായവും ഞങ്ങൾക്ക് പറയാനില്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ വിളിച്ചിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, അവിടെ നന്നായിട്ട് അറിയാം അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ വിളിച്ചപ്പോൾ നമ്മൾ പരസ്യമായ ഒരു പ്രതികരണവും കൊടുത്തിട്ടില്ല. അതിന്റെ നടപടികളും കാര്യങ്ങളും ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഗ്രൂപ്പ് മനസാക്ഷിക്കനുസരിച്ച് എയുടെ പ്രവർത്തനം മറ്റ് സംഘടനകളെ പോലെയല്ല എന്ന് അവിടെയുള്ള മാധ്യമങ്ങൾക്കും അറിയാം.
അപ്പൊ അത്തരം ചരിത്രപ്രധാനമായ ഈ കാലഘട്ടത്തിലും നമ്മൾ കടന്നു പോകുന്ന ഈ നൂറ്റാണ്ടിലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും എടുത്ത തീരുമാനം ഈ പറയുന്ന മുന്നേ കടന്നുപോയ മനുഷ്യർ, ബിൽ വിൽസൺ അടക്കമുള്ള ഓരോരുത്തരോടുമുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരാൻ പറ്റാത്തതും, അവരുടെ ആ കഷ്ടപ്പാടുകളും അവർ ചെയ്ത ആ ഒരു ത്യാഗത്തെ ഇന്നും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നിർത്തുന്നത്. ബാക്കി ഭാഗം അടുത്ത ആഴ്ച പറയാമെന്ന് വെച്ചാൽ എന്നെ കേട്ടിരുന്നത് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധാശംസ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ഉണ്ണി ചേട്ടാ, താങ്ക് യു സോ മച്ച്.